ദിവസത്തിലൊരിക്കൽ കൂടി വരുന്ന ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ ദൈവം എളിവന് തന്ന ഈ സാവകാശത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കടന്നു വന്ന ദൈവജനത്തെ ഓർത്ത് ദൈവസന്നിധിയിൽ നന്ദി പറയുകയാണ്. പ്രിയ സഹോദരൻ ബിജു നിലകളിൽ അധ്വാനിക്കുന്നതിൽ ദൈവത്തെ സ്തുതിക്കുകയാണ്. അതിനോട് ചേർന്ന് പരിസര പ്രദേശങ്ങളിലുള്ള ദൈവദാസന്മാർ, പ്രിയപ്പെട്ടവർ, വിശ്വാസികളൊക്കെ ചേർന്ന് ഈ നിലകളിൽ ദൈവവചനം പഠിപ്പാനും ഒപ്പം മറ്റുള്ളവരെ കൂട്ടിക്കൊണ്ടുവന്ന് ദൈവവചനം കേൾപ്പിക്കാനും കാണിക്കുന്ന ഈ നല്ല ആശയത്തെ, സംരംഭത്തെ ദൈവം ധാരാളമായി മാനിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുക. കഴിഞ്ഞ വർഷങ്ങളായി അസാമിൽ വേലയോടുള്ള ബന്ധത്തിലാണ് ആയിരിക്കുന്നത്. കടന്നു വന്നപ്പോൾ ഈ നിലകളിൽ എന്നെ ക്ഷണിച്ചതിൽ ഒരിക്കൽ കൂടി ഞാൻ പ്രിയ സഹോദരനോടും സഭയോടും ദൈവത്തോടും നന്ദി അറിയിക്കുക. അല്പസമയ ദൈവവചന ധ്യാനത്തിനായിട്ട് ഫിലിപ്പർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം. ഫിലിപ്പർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 11-ഉം 12-ഉം വാക്യങ്ങളാണ്. 11-ഉം 12-ഉം വാക്യങ്ങൾ. അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെ അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണം എന്ന് വെച്ചും ഞാൻ അവൻ്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറ് എന്ന് എണ്ണുന്നു. ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായി എന്നോ അല്ല, ഞാൻ ക്രിസ്തുയേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേ ഉള്ളൂ. 12-ാമത്തെ വാക്യം ഞാൻ ഒരിക്കൽ കൂടി വായിക്കാൻ താല്പര്യപ്പെടുകയാണ്. ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായി എന്നോ അല്ല, ഞാൻ ക്രിസ്തുയേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് ഞാൻ പിന്തുടരുന്നതേ ഉള്ളൂ. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയ വിശ്വാസികൾക്ക് ഈ ലേഖനം എഴുതുമ്പോൾ നാം എല്ലാവരും അറിയുന്നത് പോലെ ജയിലിൻ്റെ ഉള്ളറകളിൽ നിന്നാണ് ഈ ലേഖനം എഴുതുന്നത്. പൗലോസ് ഫിലിപ്പിയ വിശ്വാസികൾക്ക് ഒരു വലിയ സന്ദേശം ഈ ലേഖനത്തിലൂടെ നൽകുന്നുവെങ്കിലും ഈ ദിവസങ്ങളിൽ എന്നെ ചിന്തിപ്പിച്ച വലിയൊരാശയം ഈ 12-ാമത്തെ വാക്യത്തിൽ ദൈവാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. പൗലോസ് വളരെ സ്വാതന്ത്ര്യത്തോടെ ജീവിച്ച, സകല നന്മകളും അനുഭവിച്ച് ഇന്നത്തെ ജയിൽ പുള്ളികളെ പോലെ കഴിഞ്ഞിട്ട് ആ സാഹചര്യത്തിൽ എഴുതിയ ഒരു ലേഖനമല്ല ഈ ലേഖനം. തൻ്റെ ജീവിതത്തിൽ ജയിലിൻ്റെ അനുഭവം എന്ന് പറയുന്നത് നല്ല ഓർമ്മയുടെ അനുഭവങ്ങളല്ല, സന്തോഷം നൽകുന്ന അനുഭവങ്ങളും അല്ല. അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായം വായിക്കുമ്പോൾ പൗലോസിനെയും ശിലാസിനെയും കാരാഗ്രഹത്തിൽ അടച്ചതും കടന്നുപോയ വേദനയുടെ അനുഭവങ്ങളൊക്കെ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമായി ധാരാളം ഭക്തന്മാർ ജയിലിൻ്റെ അനുഭവങ്ങളിലൂടെ കടന്നുപോയത് നമുക്കറിവുള്ളതാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ ജോസഫ് നിരപരാധിയെങ്കിലും താൻ ജയിൽവാസം അനുഭവിച്ചതായിട്ട് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രവാചകനായി യിരെമ്യാവ്
അതുപോലെ പുതിയ നിയമത്തിലേക്ക് വന്നാൽ പത്രോസും യോഹന്നാനും യാക്കോബും പൗലോസും ശീലാസും എന്ന് വേണ്ട ധാരാളം ഭക്തന്മാർ ജയിലിൻ്റെ അനുഭവങ്ങളിലൂടെ കടന്നുപോയിട്ടുള്ളവരാണ്. ഈ നാളുകളിൽ നോർത്ത് ഇന്ത്യയിലും മറ്റ് പല ഭാഗങ്ങളിലും എത്രയോ ആളുകളാണ്, ഭക്തന്മാരാണ് ജയിലിലായിരിക്കുന്നത് എന്നുള്ളത് ഞാൻ ഇത്തരണത്തിൽ ഓർക്കുകയാണ്. ഇപ്പൊ വിശ്വാസ ജീവിതത്തിൽ ജയിലിൻ്റെ അനുഭവം വിശ്വാസികൾക്കൊരു പുത്തരിയല്ല. പ്രാണൻ കൊടുത്തും ചോര ചീന്തിയും വളർന്നു വന്നിട്ടുള്ള ഒരു കാര്യമാണ് വിശ്വാസ ജീവിതം അഥവാ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ആരും, ജയിലിൽ കിടന്നവരാരും നിരാശരായി മാറിയിട്ടില്ല. ജോസഫ് നീണ്ട വർഷങ്ങൾ ജയിലിൻ്റെ അനുഭവത്തിലൂടെ കടന്നുപോയെങ്കിൽ പിന്നീട് ദൈവം ജോസഫിനെ അനുഗ്രഹിച്ചതായിട്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ നാം വായിക്കുകയാണ്. അങ്ങനെ പഴയ നിയമഭക്തന്മാരാകട്ടെ പുതിയ നിയമഭക്തന്മാരാകട്ടെ അവരാരും നിരാശരായി മാറിയില്ല. മറിച്ച് അവർക്ക് ജയിലിൻ്റെ അനുഭവങ്ങൾ ഉണ്ടായെങ്കിലും ജീവിതത്തിൽ കഷ്ടതയും കണ്ണുനീരും വേദനയും ചങ്ങലയുടെ അനുഭവങ്ങളൊക്കെ നേരിടേണ്ടി വന്നെങ്കിലും അവരാരും ദുഃഖിതരായില്ല, നിരാശരായില്ല. പിന്നെയോ യേശു ക്രിസ്തു മുഖാന്തരം അവർ വളരെ ആശ്വാസവും സന്തോഷവും ലഭിച്ച് വിശ്വാസത്തിൽ പിന്നെയും ബലപ്പെട്ടു, ശക്തിപ്പെട്ടു, മടുത്തുപോകുകയല്ല. പിന്നെയോ അവരുത്സാഹത്തോടെ കർത്താവിന് വേണ്ടി വിളിച്ചവൻ വിശ്വസ്തനെന്നെണ്ണി മുന്നോട്ട് യാത്ര ചെയ്യുകയാണ് ചെയ്തത്. ഇവിടെ അപ്പോസ്തലനായ പൗലോസും ജയിലിൻ്റെ ഉള്ളിൽ നിന്ന് ഈ ലേഖനം എഴുതുമ്പോൾ ഫിലിപ്പിയ വിശ്വാസികളോട് വളരെ വ്യക്തമായിട്ടൊരു യാഥാർത്ഥ്യം വിളിച്ചു പറയുകയാണ്. ഈ 12-ാമത്തെ വാക്യത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഞാൻ എൻ്റെ ജീവിതത്തിൽ നേടേണ്ടുന്നതെല്ലാം നേടിക്കഴിഞ്ഞിരിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ലഭിക്കേണ്ടതെല്ലാം ലഭിച്ചു. പക്ഷേ എന്നാൽ തികയാതെ പോയ ചില കാര്യങ്ങളുണ്ട് എന്ന് പൗലോസ് ഇവിടെ പറയുകയാണ്. അപ്പോൾ ഈ ലോകത്തിൽ തൻ്റെ ജീവിതത്തിൽ തികയാതെ പോയത് എന്ത്? അതാണ് ഇന്ന് രാത്രി ചിന്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. പൗലോസ് പറയുന്നു, ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായി എന്നോ അല്ല, ഞാൻ ക്രിസ്തുയേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേ ഉള്ളൂ. ജയിലിലായതുകൊണ്ട് പൗലോസിന്റെ ജീവിതത്തിൽ എന്തൊക്കെയോ നഷ്ടപ്പെട്ടു പോയി, നേടാൻ കഴിഞ്ഞില്ല. അയ്യോ, എൻ്റെ ജീവിതം പാഴായിപ്പോയില്ലോ, എന്നെ ഇവര് പിടിച്ച് ജയിലിനകത്താക്കിയല്ലോ, അതുകൊണ്ട് എനിക്കൊന്നും നേടാൻ കഴിഞ്ഞില്ലല്ലോ. ആ ഒരു ദുഃഖമല്ല പൗലോസിനെ സംബന്ധിച്ച് ഇവിടെ പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ ഒരു ദുഃഖം പൗലോസിനില്ല. പിന്നെ എനിക്ക് സ്വാതന്ത്ര്യം കിട്ടിയിരുന്നെങ്കിൽ കുറെ കൂടിയൊക്കെ എനിക്ക് സമ്പാദിക്കാമായിരുന്നു. എനിക്ക് വേണ്ടി, അല്ലെങ്കിൽ എൻ്റെ സഭയിലുള്ള വിശ്വാസികൾക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഭാവിക്ക് വേണ്ടി കുറെ കൂടിയൊക്കെ സമ്പാദിച്ചു വെച്ച് സുഖമായി കഴിയാമായിരുന്നു. ജയിലിൽ എന്നെ പിടിച്ചിട്ടതുകൊണ്ട് എനിക്കത് സാധിക്കാതെ പോയല്ലോ എന്നുള്ള മനോദുഃഖവും പൗലോസിനില്ല. പൗലോസ് പിന്നെ എന്താണ് എനിക്ക് ലഭിക്കാതെ പോയി അല്ലെങ്കിൽ തികയാതെ പോയി എന്ന് പൗലോസ് പറയുന്നത്? പൗലോസ് ഇവിടെ രേഖപ്പെടുത്തുന്ന ആ കാര്യം നമ്മുടെ ജീവിതത്തിൽ നാം ഒന്ന് കുറിക്കൊള്ളേണ്ടതായിട്ടുണ്ട്. എന്നെ ഈ ഹാളിനുള്ളിൽ ശ്രദ്ധിക്കുന്നവരും ഓൺലൈനിലൂടെ ഈ കാര്യങ്ങൾ, ഈ സന്ദേശം ശ്രദ്ധിക്കുന്നവരും ഈ നാളുകളിൽ അടിവരയിട്ട് മനസ്സിലാക്കേണ്ടുന്ന ഒരു യാഥാർത്ഥ്യത്തെ അപ്പോസ്തലനായ പൗലോസ് നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. പൗലോസ് ഇവിടെ പറയുന്നു, ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായി എന്നോ അല്ല. അപ്പോൾ പൗലോസിന് എന്തോ ലഭിക്കാതെ പോയിട്ടുണ്ട്. പൗലോസിന്റെ ജീവിതത്തിൽ തികയാതെ പോയ എന്തോ ഒന്നുണ്ട്, ഇല്ലയോ? പൗലോസിന്റെ ജീവിതത്തിൽ എന്താണ് തികയാതെ പോയത്? എന്താണ് ലഭിക്കാതെ പോയത്? എന്തിനു വേണ്ടിയാ പൗലോസ് ഇനിയും ആഗ്രഹിക്കുന്നത്? പൗലോസിന്റെ ഉള്ളിൽ ഒരു ദാഹം, ഒരു വാഞ്ച, ഒരു താല്പര്യം, എനിക്ക് ഇനിയും വേണം, ഇനിയും ലഭിക്കണം. ഞാൻ ഈ കാര്യത്തിൽ തികഞ്ഞവനായിട്ടില്ല, അല്ലെങ്കിൽ പൂർണ്ണനായിട്ടില്ല, ആ കാര്യത്തിൽ ഞാൻ പരിപൂർണ തൃപ്തനായിട്ടില്ല എന്ന് പൗലോസ് പറയുന്നത് ഏത് വിഷയത്തെ സംബന്ധിച്ച? നമ്മളെ സംബന്ധിച്ച് നാം ചിന്തിച്ചാൽ നമുക്കൊക്കെ വാസ്തവത്തിൽ തികയാതെ പോകുന്നത് വേറെ പല കാര്യങ്ങൾ. അതിനെയല്ല പൗലോസ് അപ്പോസ്തലൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. പൗലോസ് നമ്മെ സംബന്ധിച്ച് പറഞ്ഞാൽ നാം ധനപരമായിട്ട് തൃപ്തി
വരാത്ത ആളുകളായിട്ടാണ് ഇരിക്കുന്നത്. ജീവിതത്തിൽ നാം അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണ്. നാം നമ്മെ കൊണ്ട് സാധിക്കാവുന്നതിൻ്റെ അപ്പുറം അധ്വാനിച്ച് നേടാൻ കഴിയുന്നതിൻ്റെ അപ്പുറം നേടിക്കഴിഞ്ഞ് പിന്നെയും നേടാൻ വ്യഗ്രതയോടെ ആവേശത്തോടെ അധ്വാനിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. ലോകത്തിലെ ആളുകളെ എവിടെ നോക്കിയാലും ആളുകൾ പരക്കം പായുന്നതും അതിരാവിലെ ഉണർന്ന് ഓരോ കാര്യത്തിന് പോകുന്നതും എല്ലാം എങ്ങനെയും സമ്പാദിക്കണം, നല്ല ധനം സമ്പാദിക്കണം, നല്ല ബാങ്ക് ബാലൻസ് ഉണ്ടാകണം, നല്ല വീട് വെക്കണം, നല്ല കാറ് വാങ്ങണം. അപ്പോൾ അങ്ങനെ നല്ല ആശയത്തോടു കൂടി നല്ല ആഗ്രഹത്തോടു കൂടി മനുഷ്യൻ അതിനുവേണ്ടി ഓടുകയാണ്. അതിനുവേണ്ടി മനുഷ്യൻ കഠിനാധ്വാനം ചെയ്യുകയാണ്. രാത്രിയും പകലും അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശ്രമം കൂടാതെ മനുഷ്യൻ അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയും സമ്പാദിച്ചു കൂട്ടണം. മനുഷ്യൻ അതിൽ ഇന്നുവരെയും തൃപ്തനല്ല. അപ്പോൾ പണം സമ്പാദിക്കുന്ന കാര്യത്തിൽ, വീട് വെക്കുന്ന കാര്യത്തിൽ, വാഹനം വാങ്ങുന്ന കാര്യത്തിൽ, ബാങ്ക് ബാലൻസിന്റെ കാര്യത്തിൽ, വസ്ത്രം വാങ്ങുന്ന കാര്യത്തിൽ, മറ്റിതര കാര്യങ്ങളിൽ, വീട്ടുപകരണം വാങ്ങുന്ന കാര്യത്തിൽ എന്ന് വേണ്ട, നാം ആരും പരിപൂർണ തൃപ്തരായിട്ട് ഇന്നുവരെയും തീർന്നിട്ടില്ല. അങ്ങനെ പൂർണ്ണ തൃപ്തരായ ഒരാളെ പോലും ഇന്നുവരെയും കണ്ടെത്താനായിട്ടും കഴിഞ്ഞിട്ടില്ല. പ്രസംഗിക്കുന്ന ഞാൻ ഉൾപ്പെടെ കേൾക്കുന്ന നിങ്ങളെല്ലാവരും പ്രിയമുള്ളവരെ ഈ വക വിഷയങ്ങളിൽ ഇന്നുവരെയും പൂർണ്ണ തൃപ്തരല്ല. ജീവിതത്തിൽ എനിക്ക് ഇത്രയും മതി, ഇനി ഞാൻ അധ്വാനിക്കുന്നില്ല, ഇനി എനിക്ക് ഒരു പൈസയുടെയും ആവശ്യമില്ല എന്ന് പറഞ്ഞ ഒരു മഹാനെയും ലോകത്തിൽ കണ്ടിട്ടില്ല, കണ്ടുകിട്ടാനിട്ട് കഴിയുകയുമില്ല. അതുകൊണ്ട് മനുഷ്യൻ പിന്നെയും ഇതിന്റെ പിന്നാലെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. പണ്ട് കാലങ്ങളിൽ നമ്മളെല്ലാം കൃഷിക്കാരായിരുന്നെങ്കിൽ ഇന്ന് കാലത്തെ കൃഷിയോടൊന്നും താല്പര്യമില്ലാതെ അതെല്ലാം വിട്ടുകളഞ്ഞിട്ട് പണ്ട് കാലത്ത് മണ്ണ് വാങ്ങിക്കൂട്ടുന്നതിൽ, സ്ഥലം വാങ്ങിക്കൂട്ടുന്നതിൽ ആഗ്രഹവും താല്പര്യമുള്ളവരായിരുന്നെങ്കിൽ ഇന്ന് ആ വിഷയങ്ങളെല്ലാം വിട്ട് 10 സെന്റിനകത്തും 15 സെന്റിനകത്തും മനുഷ്യൻ ഒതുങ്ങിയിരിക്കുക. പക്ഷെ അപ്പോഴും അവന്റെ ഉള്ളിൽ ഒരു വലിയ ആഗ്രഹമുണ്ട്. എങ്ങനെയും കൂടുതൽ പണം സമ്പാദിക്കണം, മണിമാളികൾ പണിയണം. അതിനുവേണ്ടി നമ്മളെ കൊണ്ട് പറ്റുന്നത് അധ്വാനിച്ചു പോരാ, നമ്മുടെ മക്കളെ പിന്നെയും പഠിപ്പിച്ച് അവരെ ഏറ്റവും നല്ല നിലകളിൽ, നല്ല ജോലിയിൽ, നല്ല ശമ്പളത്തിൽ, നല്ലൊരു രാജ്യത്ത് എത്തിക്കാൻ വളരെ വ്യഗ്രത കൊള്ളുന്നവരാണ് ഞാനും നിങ്ങളും ഓരോരുത്തരും. എന്താ അതിൻ്റെ എല്ലാം ആത്യന്തികമായ ലക്ഷ്യമെന്ന് ചോദിച്ചാൽ, മക്കള് നന്നായി പണം സമ്പാദിക്കണം. നമ്മളെ കൊണ്ട് പറ്റുന്നത് സമ്പാദിച്ചു പോരാ, മക്കൾ ഇനിയും സമ്പാദിക്കണം. പിന്നെ തലമുറകൾക്ക് കഴിയാനുണ്ടെങ്കിലും 4, 5, 8, 10 തലമുറകൾക്ക് സുഭിക്ഷമായി ഭൂമിയിൽ കഴിയാനുള്ള ധനം ഉണ്ടെങ്കിൽ പോലും പിന്നെയും സമ്പാദിക്കാൻ നമ്മുടെ എല്ലാം ഉള്ളിൽ ആഗ്രഹം പിന്നെയും ഓടിക്കൂടി വരികയാണ്. ഈ കൊതി, ഈ ആഗ്രഹം മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് തീർന്നു പോകുമോ എന്ന് ചോദിച്ചാൽ, കാലമുള്ളിടത്തോളം, ലോകമുള്ളിടത്തോളം അത് തീരാനായിട്ട് പോകുന്നില്ല. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് ആ വിഷയത്തെ സംബന്ധിച്ചല്ല ഇവിടെ പറയുന്നത്. എങ്ങനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും? ഈ അധ്യായത്തിൽ തന്നെ പൗലോസ് അപ്പോസ്തലൻ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന്റെ 7-ാമത്തെ വാക്യം മുതൽ നാം താഴോട്ട് വായിച്ചാൽ അപ്പോസ്തലനായ പൗലോസ് ഈ കാര്യം വളരെ വ്യക്തമായിട്ട് പറയുന്നു. പൗലോസ് പറയുകയാണ്, 9-ാമത്തെ വാക്യം ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിന് ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവേശുവിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിലിരിക്കേണ്ടതിനും അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ലവിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്ന് പുനരുദ്ധാനം പ്രാപിക്കണമെന്ന് വെച്ച് ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറെന്നെണ്ണുന്നു എന്ന് പൗലോസ് ഇവിടെ പറയുകയാണ്. പൗലോസ് പറയുന്നു, എനിക്ക് ലാഭമായിരുന്നതെല്ലാം അല്ലെങ്കിൽ ലഭിക്കേണ്ടിയിരുന്നതെല്ലാം ഞാൻ കർത്താവായ യേശു ക്രിസ്തു നിമിത്തം ചവറെന്ന് എണ്ണുന്നു എന്ന് പറയുക. 7-ാം വാക്യത്തിൽ എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദം എന്ന് എണ്ണിയിരിക്കുന്നു. പൗലോസ് പറയുകയാണ്,
എനിക്ക് ഈ ലോകത്തിൽ ലാഭമായിരുന്നത്, അല്ലെങ്കിൽ എനിക്ക് ലഭിക്കേണ്ടതായിട്ടിരുന്നത്, അല്ലെങ്കിൽ എനിക്കുണ്ടായിരുന്നത് ഞാൻ ചപ്പെന്നും ചവറെന്നും എണ്ണുന്നു. പൗലോസ് പറയുന്നു, ഞാൻ ഛേദമെന്ന് എണ്ണുന്നു. അല്ലെങ്കിൽ പറയുകയാണ് ഇവിടെ, അവന്റെ നിമിത്തം ഞാനെല്ലാം ഉപേക്ഷിച്ച് ചവറെന്ന് എണ്ണുന്നു എന്ന് പൗലോസ് പറയുക. എന്താ ഈ കാര്യങ്ങൾ? അതിന്റെ മുകൾ ഭാഗത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 5-ാമത്തെ വാക്യം മുതൽ തന്റെ ജീവിതത്തിൽ ഈ ഭൂമിയിൽ എന്തെല്ലാം ഉണ്ടായിരുന്നു, മഹിമ പറയുവാൻ, ശ്രേഷ്ഠത പറയുവാൻ, പാരമ്പര്യം പറയുവാൻ, തന്റെ ജ്ഞാനം പറയുവാൻ, തനിക്കുണ്ടായിരുന്നതിനെ സൂചിപ്പിക്കുവാൻ അപ്പോസ്തലനായ പൗലോസിന് എന്തെല്ലാം ഉണ്ടായിരുന്നുവോ അതെല്ലാം അപ്പോസ്തലനായ പൗലോസ് എണ്ണി 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 പറഞ്ഞിട്ട് ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, ക്രിസ്തു നിമിത്തം ഞാനത് ഛേദമെന്നെണ്ണുന്നു, പിന്നെയോ അവന്റെ നിമിത്തം ഞാൻ അതെല്ലാം ഉപേക്ഷിച്ച് ചവറെന്ന് എണ്ണുന്നു എന്നാണ്. യേശു ക്രിസ്തു നിമിത്തം ഈ ഭൂമിയിൽ എനിക്ക് ലാഭമായി ലോകം എണ്ണുന്ന കാര്യങ്ങൾ ഞാൻ ഛേദമെന്നും ചവറെന്നും എണ്ണുന്നു എന്ന് പൗലോസ് പറഞ്ഞിട്ട് പിന്നീടാണ് 12-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ഞാൻ ഇപ്പോഴും തികഞ്ഞവനല്ല എന്ന്. അപ്പോൾ ലോകപ്രകാരം തനിക്ക് എന്തെങ്കിലും തികയാതെ പോയി എന്നല്ല പൗലോസ് പറയുന്നത്. പിന്നെയോ മറിച്ച് തനിക്ക് തികയാതെ പോയത് ദൈവം സംബന്ധമായിട്ടുള്ള കാര്യമാണ്, ക്രിസ്തുയേശുവിനെ സംബന്ധിച്ചുള്ള കാര്യമാണ്, ആത്മീയമായ കാര്യമാണ്, കർത്താവിനോട് ചേർന്നുള്ള ജീവിത സംബന്ധമായ കാര്യമാണ്. നാം ചിന്തിക്കുന്നതിനെല്ലാം അപ്പുറമായി അപ്പോസ്തലനായ പൗലോസ് ദൈവ സംബന്ധമായി ചിന്തിച്ചുകൊണ്ട് പറയുകയാണ്, ഞാൻ ഈ വിഷയത്തിൽ ഇന്നും ഏറ്റവും ചെറുതാണ്, ഞാൻ തികഞ്ഞവനല്ല, ഞാനത് പൂർണ്ണമായ അതിന്റെ പരിപക്വതയിലേക്ക് അല്ലെങ്കിൽ അതിന്റെ ആ തൃപ്തിയിലേക്ക് ഞാൻ എത്തിയിട്ടില്ല എന്ന് പൗലോസ് പറയുന്നെങ്കിൽ, അല്ലയോ എന്നെ ശ്രദ്ധിക്കുന്ന മാന്യ ശ്രോതാക്കളെ, പ്രിയ വിശ്വാസികളെ, ഇത്രയും ശ്രേഷ്ഠനായ ദൈവദാസൻ, ലോകം കണ്ടതിലും വെച്ച് ഏറ്റവും മഹാനെന്ന് ദൈവമക്കൾ വിശേഷിപ്പിക്കുന്ന അപ്പോസ്തലനായ പൗലോസ് ഈ വാക്ക് തന്റെ നാവിനാൽ ഉച്ചരിച്ചെങ്കിൽ, പ്രിയമുള്ളവരെ, നാം എത്രയധികം പൗലോസ് അപ്പോസ്തലനോട് ചേർന്ന് ഈ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുകയും പറയുകയും ചെയ്യേണ്ടതായിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഈ നാളുകളിൽ ആളുകളുടെ ഉള്ളിൽ ഇങ്ങനെയുള്ള വികാരങ്ങൾ, വിചാരങ്ങൾ, ചിന്തകൾ വളരെ കുറഞ്ഞിരിക്കുകയാണ്. പ്രത്യേകിച്ച് വിശ്വാസികളുടെ ഇടയിൽ എന്ന് പറയുന്നതിൽ എനിക്ക് വളരെ വിഷമമുണ്ടെങ്കിലും പറയാതിരിക്കാൻ തരമില്ല. കാരണം ആത്മീയമായ കാര്യങ്ങളെക്കാൾ, ദൈവസംബന്ധമായ വിഷയത്തെക്കാൾ, സഭാസംബന്ധമായ കാര്യത്തെക്കാൾ അധികമായി പണത്തിന് പ്രാധാന്യം നൽകി വിശ്വാസ കൂട്ടം മുന്നോട്ട് ഓടുമ്പോൾ ഒരു കാര്യം നാം മറന്നുപോവുകയാണ്. എന്താണ് നമുക്ക് വേണ്ടി പ്രാണൻ നൽകി ക്രൂശിൽ തന്റെ രക്തത്താൽ നമ്മെ വീണ്ടെടുത്ത, നമ്മെ ഉദ്ധരിച്ച, നമ്മെ വീണ്ടെടുത്ത നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള എരിവ്, തീഷ്ണത, ആഗ്രഹം, ആ ദൈവ സംബന്ധമായിട്ട് ഉള്ള അറിവ് നാം നേടേണ്ടതിനായിട്ട് നാം ഇപ്പോഴും പരിശ്രമിക്കാതെ പോകുന്നു എന്നുള്ളതാ. എന്താ അതിന് കാരണം? വേർപാടുകാരായ നാം ഓരോരുത്തരും ചിന്തിക്കണം. എന്താ കാരണം? പലപ്പോഴും നമ്മളെല്ലാം ചിന്തിക്കുന്നത് നമ്മൾ തികഞ്ഞവരായി. ഏത് കാര്യത്തിലാ? ദൈവ സംബന്ധമായി തികഞ്ഞു എന്ന് ചിന്തിക്കുക. നമ്മുടെ പരാജയം അവിടെയാ. പിശാച് നമ്മുടെ ഉള്ളിൽ ഒരു വലിയ ചിന്ത കൊണ്ടുവന്നിട്ടിരിക്കുക. ഒരു വിത്ത് പാകി, അത് മുളച്ചു, അത് വളർന്നു, ഇന്നത് പന്തലിച്ചു കൊണ്ടിരിക്കുക. എങ്ങനെയാ പന്തലിച്ചെന്നറിയാവോ? നമ്മുടെ ഉള്ളിൽ ഈ വിത്ത് വീണു, അത് തലമുറകളിലേക്ക് പകർന്നു, അത് വളർന്നു. നോക്കണം, ആത്മീയ വിത്ത് വളരുന്നതിനേക്കാൾ അധികമായിട്ടൊന്ന് വളരുന്ന പിശാചിന്റെ ഒരു വിത്താണ് ഇത്. എന്താണെന്നറിയാവോ? ബ്രദറുകാരായ നമുക്കെല്ലാം അറിയാം, നാം തികഞ്ഞവരാണ്, നാം പക്വതയിലെത്തിയവരാണ്, നാം പൂർണ്ണരാണ്, ദൈവവിഷയമായി ഇനി ഒന്നും അറിയാനില്ല എന്നുള്ളൊരു മനോഭാവം, അങ്ങനെ ഒരു ചിന്താഗതി, അങ്ങനെ ഒരു ആലോചന പിശാച് നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്നത് കൊണ്ടും, സ്വയം നമ്മുടെ ഉള്ളിൽ അങ്ങനെ ഒരു ആലോചന നാം തന്നെ ഇട്ടിരിക്കുന്നത് കൊണ്ടും, ആത്മീയമായിട്ട് വളരുന്നതിനേക്കാൾ നാം മറ്റു പലതിലും വളരുവാൻ ആവേശം കൊള്ളുന്നവരായി തീർന്നിരിക്കുകയാണ്. ഇത് നമ്മുടെ ഒരു പരാജയമാ. ഈ 2026 ആരംഭത്തിൽ ഇത് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മുടെയും ജീവിതത്തിൽ പരാജയം ഉണ്ടാകും, തലമുറകളിലും പരാജയം ഉണ്ടാകും എന്നുള്ളത് വളരെ ഉച്ചസ്ഥലം ഘോഷിക്കുവാൻ, പറയുവാൻ ഞാൻ മടി കാണിക്കുന്നില്ല. അത് ഞാനും നാം ഓരോരുത്തരും വളരെ ഗൗരവത്തോടെ കാണേണ്ടുന്ന ഒരു വിഷയമാ. എന്താ? അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായി എന്നോ ഞാൻ വിചാരിക്കുന്നില്ല. അവിടെയാണ് അതിന്റെ കാര്യം. ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായി എന്നോ ഞാൻ ചിന്തിക്കുന്നില്ല.
ഞാൻ വിചാരിക്കുന്നില്ല. ഏത് കാര്യത്തിലാ? ലോകപ്രകാരമുള്ള കാര്യത്തിലല്ല. ലോകപ്രകാരമുള്ള എല്ലാ കാര്യങ്ങളും പൗലോസ് ചെയ്തവെന്നും ചവറെന്നും എണ്ണി അതിനെ മാറ്റിക്കളഞ്ഞിട്ട് അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഈ വിഷയത്തിൽ ഞാനിപ്പോഴും ഒരു ശിശുവിനെ പോലെയാണ്, ഞാനിപ്പോഴും ഒരു കൊച്ചുകുട്ടിയെ പോലെയാണ്. ദൈവത്തെ സംബന്ധിച്ചുള്ള എൻ്റെ അറിവ് ഒരു കൊച്ചുകുട്ടിയുടെ അറിവ് പോലെയാണ്. ഞാൻ ഇനി എത്രയോ വളരേണ്ടതായിട്ടുണ്ട്. ഞാൻ തികഞ്ഞവനല്ല, ഞാൻ പൂർണ്ണതയിലേക്ക് എത്തിയിട്ടില്ല, ഞാൻ വളർന്നിട്ടില്ല. പൗലോസ് അത് പറയുന്നെങ്കിൽ പ്രിയമുള്ളവരെ, നാമും പൗലോസിനോട് ചേർന്ന് ഈ ദിവസങ്ങളിൽ ഇത് പറഞ്ഞാൽ കർത്താവ് നിശ്ചയമായിട്ടും നമ്മെ വളർത്താനായിട്ട് ആരംഭിക്കും എന്നുള്ളതിന് സംശയമില്ല. ക്രിസ്തുവിൽ വളരുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ദൈവസന്നിധിയിൽ വന്ന് പറയണം, കർത്താവേ, ഞാൻ ഇതുവരെയും തികഞ്ഞിട്ടില്ല. ആകയാൽ ഈ 2026 ആരംഭ മാസത്തിൽ തന്നെ ദൈവസന്നിധിയിൽ നമുക്ക് പറയാൻ കഴിയണം, ഞാൻ ഇതുവരെയും ശരിയായ രീതിയിൽ വളർന്നിട്ടില്ല എന്ന്. അങ്ങനെ നാം പറഞ്ഞാൽ നിശ്ചയമായിട്ടും ക്രിസ്തുവിൽ വളരാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം, ഈ ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം, ഈ 18-ാമത്തെ വാക്യം ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഞാനതൊന്ന് വായിച്ച് കേൾപ്പിക്കാം. എന്താ? ഇപ്പോൾ എനിക്ക് വേണ്ടുന്നതെല്ലാം ഉണ്ട്, സമൃദ്ധിയായിരിക്കുന്നു. പൗലോസ് പറയാണ്, ഇപ്പോൾ എനിക്ക് വേണ്ടുന്നതെല്ലാം ഉണ്ട്, സമൃദ്ധിയായിരിക്കുന്നു. നിങ്ങൾ അയച്ചു തന്നത് സൗരഭ്യവാസിനിയായി ദൈവത്തിന് പ്രസാദമുള്ള സുഗ്രാഹ്യയാഗമായി എപ്പഫ്രാദിത്തോസിന്റെ കയ്യാൽ ഞാൻ പ്രതിഗ്രഹിച്ച് തൃപ്തനായിരിക്കുന്നു എന്ന് പൗലോസ് പറയുകയാണ്. അപ്പൊ പൗലോസ് ഒരു കാര്യം ഒന്നാമത് നമ്മളെ പഠിപ്പിക്കുന്നത്, ലോകപ്രകാരം ഞാൻ തൃപ്തനാണ്. പൗലോസ് പറയുന്നു, ഞാൻ തൃപ്തനാണ്. ദൈവസംബന്ധമായിട്ട് ഞാൻ തികഞ്ഞവനല്ല, പക്ഷെ ലോകസംബന്ധമായിട്ട് ഞാൻ തൃപ്തനാണ്. 2 വാക്ക് അവിടെ രേഖപ്പെടുത്തിയിരിക്കുക. എന്താ രേഖപ്പെടുത്തിയിരിക്കുന്നത്? എനിക്ക് വേണ്ടുന്നതെല്ലാം ഉണ്ട്, 1. 2, ഞാൻ തൃപ്തനായിരിക്കുന്നു. നോക്കണം, പൗലോസ് എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്കാണ് ഇവിടെ രേഖപ്പെടുത്തി തന്നിരിക്കുന്ന. 1, പൗലോസ് പറയുന്നു, എനിക്ക് വേണ്ടുന്നതെല്ലാം ഉണ്ട്. എന്താ പൗലോസിനുള്ളത്? എന്താ പൗലോസിനുള്ളത്? പൗലോസ് ഇപ്പൊ എവിടെയാ? ജയിലിനകത്ത, കാരാഗ്രഹത്തിലാണ്. കാരാഗ്രഹത്തിൽ പൗലോസിന് എന്തുണ്ട്? ഇന്നത്തെ ആളുകൾ ജയിലിൽ കിടക്കുന്നവരെ, ഇന്നിപ്പം ഞാനൊരു ഇത് വായിക്കുകയായിരുന്നു, ജയിലിനകത്തുള്ളവർക്കുള്ള ശമ്പളം വരെ കൂട്ടി 18,000 രൂപയാക്കിയെന്നാ ഇപ്പൊ കേട്ടത്. നോക്കണം, അപ്പൊ ജയിൽ പുറത്തുള്ളവർക്കും ഇവിടെയുള്ള മറ്റുള്ളവർക്കും ജോലി ചെയ്യുന്നവർക്കൊക്കെ ശമ്പളം വളരെ കുറവാ. ജയിലിനകത്ത് കിടക്കുന്ന ആൾക്ക് 18,000 ശിഷ്ടം രൂപ ശമ്പളം സർക്കാർ അനുവദിച്ചിരിക്കുക. പിന്നെ അവരവിടെ സുഖമായിട്ടാ കഴിയുന്നത്. പ്രത്യേകിച്ച് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ആൾക്കാരൊക്കെ ആണെങ്കിൽ പറയുകയും വേണ്ട, സുഖമായിട്ട് പുറത്തുള്ളതിനേക്കാൾ അനുഗ്രഹത്തോടെ, വളരെ സന്തോഷത്തോടെ, സമൃദ്ധിയോടെ അവരകത്ത് സുഖമായിട്ട് കഴിയുക. പൗലോസ് അങ്ങനെ കഴിയുന്നില്ല. അവിടെ പൗലോസിനെ സംബന്ധിച്ച് തനിക്ക് ഒന്നുമില്ല, എങ്കിലും പൗലോസ് പറയുകയാണ്, എനിക്ക് വേണ്ടുന്നതെല്ലാം ഉണ്ട്. എന്താ പൗലോസിന്റെ കയ്യിൽ ഉണ്ടായിരുന്നത്? നമുക്കൊന്ന് മറിച്ചു നോക്കാം. തിമോസിന്റെ 2-ാം ലേഖനം 4-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യത്തിൽ ആ പൗലോസ് തന്നെ പറയുന്ന കാര്യമുണ്ട്, അതൊന്ന് കൊണ്ടുവരണം. ഏതാ? 4-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ, തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ, ഞാൻ കർപ്പോസിന്റെ പക്കൽ വെച്ചേച്ചു പോകുന്ന പുതപ്പും പുസ്തകങ്ങളും വിശേഷാൽ ചർമ്മലിഖിതങ്ങളും നീ വരുമ്പോൾ കൊണ്ടുവരിക. നോക്കണം, ജയിലിനകത്ത് തനിക്ക് വേറെ ഒന്നും ഇല്ല. ജയിലിനകത്ത് പൗലോസിന് പറയത്തക്ക എണ്ണി തരാൻ തക്കവണ്ണം വേറെ ഒന്നുമില്ല. പിന്നെ തനിക്ക് പുറത്ത് എന്തുണ്ടായിരുന്നുവോ അത് നീ വരുമ്പോൾ കൊണ്ടുവരണമെന്ന് പറയുക. എന്താ അവിടെ ഉണ്ടായിരുന്നത്? പുതപ്പുണ്ടായിരുന്നു, പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു, പിന്നെ ചർമ്മലിഖിതങ്ങൾ. പൗലോസിന്റെ സ്വത്തെന്ന് പറയുന്നത് അതാ. പൗലോസ് പറയുകയാണ്, നീ വരുമ്പോൾ എനിക്ക് ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ എന്റേതെന്ന് പറയാനുണ്ടായിരുന്നത് നീ വരുമ്പോൾ ഒന്ന് കൊണ്ടുവരണം. എന്താ കൊണ്ടുവരാനുള്ളത്? എണ്ണി പറയാൻ 3 കൂട്ടം കാര്യങ്ങളല്ലാതെ പൗലോസിന് ലോകത്തിലൊന്നും ഇല്ലായിരുന്നു. ഈ പൗലോസ് ഫിലിപ്പിയ ലേഖനം എഴുതുമ്പോൾ പറയുന്നു, എനിക്ക് വേണ്ടുന്നതെല്ലാം. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, ഇത്രയും ശ്രേഷ്ഠനായ മനുഷ്യൻ
തൃപ്തനായ മനുഷ്യൻ പറയുന്നു, എനിക്ക് വേണ്ടുന്നതെല്ലാം ഉണ്ട്, സമൃദ്ധിയായിരിക്കുന്നു, ഞാൻ തൃപ്തനായിരിക്കുന്നു. നോക്കണം, കേവലം ചർമ്മലിഖിതങ്ങളും പുതപ്പും പുസ്തകങ്ങളും മാത്രമുള്ള പൗലോസ് പറയുകയാണ്, ഞാൻ തൃപ്തനായിരിക്കുകയാണ്, എനിക്ക് വേണ്ടുന്നതെല്ലാം ഉണ്ട്. ഈ ഭൂമിയിലെല്ലാം നേടിപ്പിടിച്ചിട്ടും തലമുറകൾക്ക് വേണ്ടി സമ്പാദിച്ചു കൂട്ടിയിട്ടും തൃപ്തിയില്ലാത്തവരായി നാം മാറുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് ഈ രാത്രിയിൽ, ഈ വർഷത്തിന്റെ ആരംഭ മാസത്തിൽ നമ്മോട് പറയുന്നു, ഞാൻ തൃപ്തിയില്ലാതെ അല്ലെങ്കിൽ എനിക്ക് ലഭിക്കാതെ പോയത് ഈ വക കാര്യങ്ങളല്ല, ക്രിസ്തുവിനെ സംബന്ധിച്ചാണ്. ലോകപ്രകാരം ഞാൻ തൃപ്തനാണ്. ദൈവത്തിന് സ്തോത്രം. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ ദൈവജനമേ, നാം തൃപ്തിയുള്ളവരാണോ? പൗലോസ് പറയുന്നു, ഞാൻ തൃപ്തനാണ്, എനിക്ക് വേണ്ടുന്നതെല്ലാം ഉണ്ട്. നമുക്കിങ്ങനെ പറയാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടോ? പറയാനായിട്ട് സാധിക്കുന്നുണ്ടോ? പൗലോസ് അപ്പോസ്തലൻ നമ്മെ പഠിപ്പിക്കുന്ന ഒരു വലിയ പാഠം എന്താ? ലോകപ്രകാരം ഞാൻ ഒന്നുമില്ലാത്തവനെങ്കിലും എനിക്ക് എന്തുണ്ടോ അതെനിക്ക് വേണ്ടുന്നതായിട്ട് ദൈവം എനിക്ക് തന്നതാണ്, അതിൽ ഞാൻ തൃപ്തനാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ ആ തൃപ്തി ഉണ്ടാകണം. എന്താ ഉണ്ടാകേണ്ടത്? തൃപ്തി ഉണ്ടാകണം. പൗലോസ് ഇവിടെ പറയുകയാണ്, 4-ാം അധ്യായം അതിന്റെ 18-ാം വാക്യത്തിന്റെ ഒടുവിൽ, ഞാൻ പ്രതിഗ്രഹിച്ച് തൃപ്തനായിരിക്കുന്നു എന്ന് പൗലോസ് പറയുക. ഞാൻ പ്രതിഗ്രഹിച്ച് തൃപ്തനായിരിക്കുന്നു, തനിക്കുള്ളതിൽ തൃപ്തനായിരിക്കുന്നു. നമുക്കെങ്ങനെ സാധിക്കുന്നുണ്ടോ? ഉള്ളതിൽ തൃപ്തനാകാനായിട്ട് പറ്റുന്നുണ്ടോ? നമുക്കത് സാധിക്കുന്നില്ല. നമുക്കൊരു ആവേശം എന്നെന്ന് ചോദിച്ചാൽ, നമ്മുടെ അയൽവക്കംകാരനേക്കാൾ, നമ്മുടെ സഭയിലെ നമ്മുടെ കൂട്ടുവിശ്വാസിയേക്കാൾ, സുവിശേഷകനേക്കാൾ, അവരെക്കാൾ, ഇവരെക്കാൾ, എല്ലാവരെക്കാളും ഞാൻ വലിയവനാകണം. അതാണ് അതിനുള്ള ആവേശമാ, അതിനുള്ള ആ ഉത്സാഹവും താല്പര്യവും ബദ്ധപ്പാടും തത്രപ്പാടുമാണ് ഈ ദിവസങ്ങളിൽ നമ്മിൽ ഓരോരുത്തരിലും കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയരെ. എത്രയോ ദുഃഖകരെന്ന് പറയട്ടെ, ഞാനും നിങ്ങളുമെല്ലാം ആ നിലകളിൽ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ആ നിലകളിൽ നമ്മുടെ മൈൻഡിനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ ഇന്ന് രാത്രി നമ്മളോട് സംസാരിക്കുമ്പോൾ പറയുകയാണ്, എനിക്ക് വേറെ ലോകപ്രകാരമൊന്നുമില്ലേലും ഈ പുതപ്പും ചർമ്മലിഖിതങ്ങളും പുസ്തകങ്ങളും മാത്രമുള്ളെങ്കിലും ഞാൻ തൃപ്തനാണ്. ദൈവത്തിന് സ്തോത്രം. ഇവര് അയച്ചു കൊടുത്ത പൈസയെ കുറിച്ചൊക്കെ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2-3 വട്ടം അവര് പൗലോസിനെ സഹായിച്ചു. എന്നിട്ട് പൗലോസ് പറയുകയാണ്, ഈ കാര്യങ്ങളൊന്നും കിട്ടിയില്ലെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ തൃപ്തനാണ്, എനിക്ക് വേണ്ടുന്നതെല്ലാം ഉണ്ട്, ഇനി ഒരു രൂപയുടെ ആവശ്യം പോലെ എനിക്ക് ഇല്ല. ജയിലിനുള്ളില് നമ്മളൊക്കെ പണ്ട് പറയുന്ന പോലെ ഗോതമ്പുണ്ട്, ഇപ്പൊ ഗോതമ്പുണ്ട് ഒന്നും അല്ല, നല്ല ഫ്രൈഡ് റൈസും ചിക്കൻ ബിരിയാണിയും പിന്നെ മട്ടൻ ബിരിയാണി വരെ ഉണ്ടെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അറിയത്തില്ല, പുറമേയുള്ള നമ്മളൊന്നും മട്ടൻ ബിരിയാണി കഴിക്കാറില്ല, പക്ഷെ അകത്ത് കിടക്കുന്നവര് മട്ടൻ ബിരിയാണി വരെയും കഴിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. നോക്കണം, അപ്പോ അന്ന് ഇതൊന്നുമില്ലായിരുന്നു. ഭയങ്കരമായ കഠിനമായ ശിക്ഷയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ജയിലിൽ കിടക്കുന്ന, കാരാഗ്രഹത്തിൽ കിടക്കുന്ന പൗലോസ് അപ്പോസ്തലൻ യാതൊരു കണ്ണുനീരും യാതൊരു പ്രയാസവും യാതൊരു പരാതിയും യാതൊരു കംപ്ലൈന്റും കൂടാതെ പറയുകയാണ്, ഞാൻ തൃപ്തനാണ്. ദൈവത്തിന് സ്തോത്രം. ഈ നാളുകളിൽ പ്രിയ ദൈവജനമേ, നമുക്ക് ഇങ്ങനെ ഒന്ന് പറയാനായിട്ട് കഴിഞ്ഞിരുന്നെങ്കിൽ, എന്റെ കർത്താവേ, നീ എനിക്ക് തന്നിട്ടുള്ള സമൃദ്ധിയിൽ സ്തോത്രം, ഞാൻ തൃപ്തനാണ്, എനിക്ക് വേണ്ടുന്നതെല്ലാം ഉണ്ട്. നീ എനിക്ക് തന്നിട്ടുള്ള കാര്യങ്ങളിൽ ഞാൻ തൃപ്തനാണ്, എനിക്ക് വേണ്ടുന്നതുണ്ട്. അങ്ങനെ പറഞ്ഞ് നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും ദൈവം നമ്മെ സഹായിക്കും. ഒപ്പം പൗലോസ് പറഞ്ഞ കാര്യം കൂടി ചേർത്ത് പറയണം, ഞാൻ തൃപ്തനാകാതിരിക്കുന്നത് എന്റെ കർത്താവേ നിന്നെ സംബന്ധിച്ച വിഷയത്തിലാണ്, ആത്മീയ കാര്യത്തിലാണ്. കർത്താവിനെ കുറിച്ചുള്ള എന്റെ അറിവിൽ ഞാൻ ഇതുവരെ പൂർണ്ണനായിട്ടില്ല, ഞാൻ തൃപ്തനായിട്ടില്ല. അങ്ങനെ നമുക്കൊന്ന് പറയാനായിട്ട് കഴിയുമോ? അങ്ങനെ പറയാൻ കഴിഞ്ഞാൽ എത്രയോ അനുഗ്രഹമാണ്. ഞാൻ ഇതിനോട് ചേർത്ത് ഒരു കാര്യം കൂടി, നമ്മുടെ ദൈവമക്കളാണല്ലോ, പറഞ്ഞു മുമ്പോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുക. പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നുണ്ട്, തെസലോനിക്കയിലും എൻ്റെ ബുദ്ധിമുട്ട് തീർപ്പാൻ നിങ്ങൾ 1-2 വട്ടം അയച്ചു തന്നുവല്ലോ. ഞാൻ ദാനം ആഗ്രഹിക്കുന്നു എന്നല്ല, നിങ്ങളുടെ കണക്കിലേക്ക് ഏറുന്ന ഫലം അത്രേ ആഗ്രഹിക്കുന്ന. ദൈവത്തിന് സ്തോത്രം. 1-2 വട്ടം നിങ്ങൾ എനിക്ക് അയച്ചു തന്നു. ഇത് പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയ വിശ്വാസികളോട് പറഞ്ഞിട്ട് അയച്ചതല്ല, പിന്നെയോ അവര് മനഃപൂർവമായിട്ട് കൊടുത്തതാ.
അവര് മനഃപൂർവ്വമായിട്ട് കൊടുത്തതാ. ആർക്കാ കൊടുത്തേ? ജയിലിൽ കിടക്കുന്ന അപ്പോസ്തലന് അവര് കൊടുക്കുക. പിന്നെ തൻ്റെ പ്രവർത്തന സമയങ്ങളിൽ, തൻ്റെ കഷ്ടതയിൽ അവര് കൂട്ടായ്മ കാണിക്കുകയാണ്. ഈ നാളുകളിൽ പറയാതെ പോകാൻ തരമില്ല പ്രിയമുള്ളവരെ, പല ആളുകളും സ്വന്തം സ്ഥലം സഭയിലെ കാര്യങ്ങൾക്ക് പോലും കൊടുക്കാൻ മടിയുള്ളവരാണ്. ചില സഹോദരന്മാര് അവരെന്നോട് ചോദിച്ചില്ല, അതുകൊണ്ട് ഞാൻ കൊടുത്തില്ല. പറഞ്ഞു കേട്ടിട്ടുണ്ട്. കൺവെൻഷന്റെ കാര്യം എന്നോട് ചോദിച്ചില്ല, സഭാഹാളിന്റെ പണിക്ക് വേണ്ടി എന്നോട് ചോദിച്ചില്ല, എന്നോട് പറഞ്ഞില്ല, എനിക്ക് ലെറ്റർ തന്നില്ല, അതുകൊണ്ട് ഞാൻ കൊടുത്തില്ല. ആ രോഗിക്ക് ഒരു സഹായം ചെയ്യാനായിട്ട് ആ രോഗി എന്നോട് പറഞ്ഞില്ല, അല്ലെങ്കിൽ ഒരു ലെറ്റർ എനിക്ക് തന്നില്ല, അതുകൊണ്ട് ഞാൻ കൊടുത്തില്ല. വേദപുസ്തകത്തിൽ അങ്ങനെ ലെറ്റർ കൊടുത്തിട്ട് ദൈവഭക്തന്മാർ കൊടുത്തതായിട്ട് ഒരിടത്തും രേഖപ്പെടുത്തിയിട്ടില്ല. പിന്നെയോ കർത്താവ് പറയുന്നത് മനസ്സോടെ കൊടുക്കുന്നവനെ, ദൈവത്തിന് സ്തോത്രം. നോക്കണം പ്രിയരെ, ഇവിടെ ഫിലിപ്പിയ വിശ്വാസികൾ അവർ മനസ്സോടെ കൊടുത്തു. ആരെങ്കിലും ചോദിക്കുമ്പോ കൊടുക്കാനിരിക്കുന്ന വിശ്വാസികളായിട്ടല്ല നമ്മൾ ഓരോരുത്തരും ജീവിക്കേണ്ടത്. പിന്നെയോ ഓരോരുത്തരെയും സാഹചര്യങ്ങളെ കണ്ടറിഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന വിശ്വാസികളാകണം. അതാ പൗലോസ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇത് പറയാതെ പോകാൻ തരമില്ല. കാരണം ഇന്ന് ചിലവര് കൊടുക്കും. ആർക്ക് കൊടുക്കും എന്നറിയാവോ? വലിയ വലിയ സുവിശേഷകന്മാർക്ക് കൊടുക്കും, വലിയ കൺവെൻഷൻ പ്രസംഗകർക്ക്. അല്ലെ, പാവം പിടിച്ച ഒരു ദേവദാസ് നമ്മുടെ വീടിന്റെ അടുത്തുണ്ടെങ്കിൽ കൊടുക്കുമോ? കൊടുക്കത്തില്ല. പല ആളുകൾക്കും അതിനോട് താല്പര്യം ഇല്ല. വലിയ വലിയ ആളുകൾക്ക് കൊടുക്കാൻ, വലിയ വലിയ പൊതികൾ കൊടുക്കാൻ ഭയങ്കര മനസ്സാ. തൊട്ടടുത്തൊരു പാവം പിടിച്ച് ഉപദേശി ചിലപ്പോൾ അവരുടെ കുഞ്ഞിന്റെ ട്യൂഷൻ ഫീസിന് കാശില്ലാതെ, വീടിന്റെ വാടക കൊടുക്കാൻ പൈസ ഇല്ലാതെ വളരെ ഞെരുങ്ങുന്നുണ്ടാവും. ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെന്റിന് പൈസ ഇല്ലാതെ വീട്ടിലിരുന്ന് കുത്തിയിരുന്ന് കർത്താവേ സൗഖ്യമാക്കണമേ എന്ന് നിലവിളിക്കുന്നുണ്ടാവും. അത് കാണാൻ പലപ്പോഴും മനസ്സില്ലാതെ നിങ്ങളുടെ കണ്ണിലേക്ക് ദൈവത്തിന് സ്തോത്രം. ഇത് കണക്കിലേക്ക് സ്വർഗ ദൈവം ഏറിയ പ്രതിഫലം നൽകുന്നു എന്ന് സൂചിപ്പിക്കുന്നെങ്കിൽ നമുക്ക് ലഭിക്കേണ്ടുന്ന ദൈവകൃപയുടെ ആ വലിയ വ്യാപാരത്തെ നാം നഷ്ടമാക്കരുത്. ദൈവത്തിന് സ്തോത്രം. ഉപദേശി ചോദിച്ചത് കൊണ്ടല്ല, സഭയിലെ മൂപ്പൻ ചോദിച്ചത് കൊണ്ടല്ല, ഏതെങ്കിലും രോഗി വന്ന് കൈനീട്ടിയത് കൊണ്ടല്ല, പിന്നെയോ മനസ്സോടെ കൊടുക്കാൻ നമുക്ക് കഴിയണം. അവിടെയാണ് ദൈവകൃപ. അവരെയാണ് ദൈവം അനുഗ്രഹിക്കുന്നത്. അവരെ ദൈവം നിശ്ചയമായിട്ട് അനുഗ്രഹിക്കും. പ്രിയമുള്ളവരെ, ഞാൻ പല കാര്യങ്ങൾ എഴുതി വെച്ചു. ഞാൻ എൻ്റെ സമയത്തിന്റെ പരിധി കൊണ്ട് ഞാൻ മുമ്പോട്ട് പോകട്ടെ. പ്രിയമുള്ളവരെ, കൊടുക്കുവാൻ നാം മനസ്സ് വെച്ചാൽ നിശ്ചയമായിട്ടും ദൈവം നമ്മെ അനുഗ്രഹിക്കാനായിട്ടിടയാകും. കൊരിന്ത്യർക്കെതിരെ ലേഖനം 2-ാം അധ്യായം 8-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ അങ്ങനെ കൊടുക്കുന്നവർക്ക് ദൈവപ്രസാദം ലഭിക്കുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുക. 9-ാം അധ്യായം 10-11 വാക്യത്തിൽ ദൈവം അവരെ സമ്പന്നന്മാരാക്കും. പിന്നെയോ 9-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ അങ്ങനെ കൊടുക്കുന്നവരെ ഓർത്ത് വിശ്വാസികൾ എന്ത് ചെയ്യും? പ്രാർത്ഥിക്കും. ദൈവത്തിന് സ്തോത്രം. നോക്കണം, ഇതൊക്കെ വലിയ നന്മകളാ. പിന്നെയോ ഫിലിപ്പിയർ 4:17 നിങ്ങളുടെ കണക്കിലേക്ക് ഞാനിപ്പോ വായിച്ച് ഏറുന്ന പ്രതിഫലം സ്വർഗത്തിലെ ദൈവം നൽകും. 4-ാം അധ്യായന്റെ 19-ാമത്തെ വാക്യത്തിൽ കർത്താവ് സകല ബുദ്ധിമുട്ടും അവരുടെ ദൈവത്തിന് സ്തോത്രം. നോക്കണം, കർത്താവിന് വേണ്ടി നാം ചെലവിട്ട നിശ്ചയമായിട്ടും ദൈവം അങ്ങനെയുള്ളവരെ അനുഗ്രഹിക്കും. കുറഞ്ഞ പക്ഷം ആർക്ക് ലഭിച്ചുവോ ആ വിശ്വാസി നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കും. ആ വിശ്വാസി നിശ്ചയമായിട്ടും പ്രാർത്ഥിക്കും. പ്രിയമുള്ളവരെ, കൊടുക്കുന്നതാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ കാര്യം, മേടിക്കുന്നതിനേക്കാൾ. ഇല്ലയോ? കൊടുക്കുന്നത് നല്ലത്. നോക്കണം, അങ്ങനെയെങ്കിൽ നാം കൊടുത്താൽ അതിനേറുന്ന പ്രതിഫലമുണ്ട് എന്ന് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഞാൻ മുമ്പോട്ട് പോകട്ടെ. പൗലോസ് പറയുന്നു, ഞാൻ തൃപ്തനായിരിക്കുന്നു. എന്ത് സംബന്ധിച്ച? ലോകപ്രകാരമുള്ള സകലവും സംബന്ധിച്ച് ഞാൻ തൃപ്തനായിരിക്കുന്നു. എന്നാൽ എനിക്ക് ലഭിക്കാതെ പോയത് ദൈവ സംബന്ധമായിട്ടാണ് എന്ന് പൗലോസ് ഇവിടെ പറയുകയാണ്. രണ്ടാമത്തെ കാര്യം ഒന്ന്, പൗലോസ് തൃപ്തനായി. രണ്ടാമത്, കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം
12-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 12-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം നോക്കണം. ശരീര സംബന്ധമായി ഒന്ന് ധനസംബന്ധമായി അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഞാൻ തൃപ്തനാണ്, എനിക്ക് വേണ്ടുന്നതെല്ലാം ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ലോകപ്രകാരമുള്ള ഒരു ചിന്തയോടെ അല്ല പൗലോസ് എനിക്ക് തികഞ്ഞില്ല എന്ന് പറയുന്നത്. 2, ശരീര സംബന്ധമായിട്ട് പൗലോസ് അപ്പോസ്തലന് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ഒരു രോഗമുണ്ടായിരുന്നു, ഇല്ലയോ? പൗലോസ് ഇവിടെ പറയുന്നുണ്ട്, തൻ്റെ ജീവിതത്തിൽ വളരെ കഷ്ടതയിലൂടെയും പ്രയാസത്തിലൂടെയും ഒക്കെ കടന്നുപോയൊരു കാലഘട്ടം, പലവിധമായിരിക്കുന്ന പ്രതിസന്ധി തനിക്ക് നേരിട്ടു. 11-ാം അധ്യായം വായിക്കുമ്പോൾ താൻ കടന്നുപോയ സാഹചര്യങ്ങളെക്കുറിച്ച് അവിടെ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അതൊക്കെ വിട്ട് 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ തൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന രോഗത്തെക്കുറിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. 3 വട്ടം പ്രാർത്ഥിച്ചു. എന്നിട്ട് 9-ാം വാക്യത്തിൽ എൻ്റെ കൃപ നിനക്ക് മതി. ദൈവം പറയുക പൗലോസിനോട്, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതകളിൽ പ്രശംസിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പൗലോസ് പറയുകയാണ്, എൻ്റെ ബലഹീനതയിൽ ഞാൻ എന്ത് ചെയ്യുന്നു? പ്രശംസിക്കുന്നു, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നിട്ട് അതിൻ്റെ തൊട്ട് താഴോട്ട് പറയുകയാണ്, അതുകൊണ്ട് ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു. ദൈവത്തിന് സ്തോത്രം. പൗലോസിന്റെ വാക്കുകൾ ശ്രദ്ധിക്കണം. തൻ്റെ ശരീരം വളരെ ബലഹീനമാണ്. 3 വട്ടം ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. കർത്താവ് പറഞ്ഞു, എൻ്റെ കൃപ നിനക്ക് മതി. അപ്പോൾ ശരീര സംബന്ധമായി താൻ വളരെ ദുർബലനാണ്. പ്രശംസ പറയുവാൻ ഒന്നുമില്ല. ഇന്നത്തെ മസിൽ മല്ലന്മാരെ പോലെ മസിൽസ് ഇല്ല, ആരോഗ്യമില്ല. താൻ വളരെ രോഗിയായി മാറിയിരിക്കുകയാണ്. ദീർഘവർഷങ്ങളെ തൻ്റെ കഠിനമായ അധ്വാനം 11-ാം അധ്യായത്തിൽ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. തൻ്റെ ജീവിതത്തിൽ താൻ കടന്നുപോയ സാഹചര്യങ്ങളെക്കുറിച്ച് പലവിധമായ ആപത്തുകൾ, ബുദ്ധിമുട്ടുകൾ എല്ലാം അവിടെ അത് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. 11-ാം അധ്യായം അതിൻ്റെ 23 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് പിന്നീട് അത് വായിക്കാൻ നമുക്ക് അറിവുള്ളതാണല്ലോ ആ കാര്യങ്ങളൊക്കെ സംബന്ധിച്ച്. എന്നാൽ ഇന്ന് പൗലോസ് പറയുകയാണ്, എൻ്റെ ശരീരം ബലഹീനമെങ്കിലും ഞാൻ യേശുക്രിസ്തുവിനാൽ ശക്തി ലഭിച്ചവനായിട്ട് ഞാൻ ശക്തനായി തീർന്നിരിക്കുന്നു എന്ന് പൗലോസ് പറയുകയാണ്. ഞാനതിങ്ങനെ ചേർത്ത് പറയട്ടെ, പൗലോസിന്റെ വാക്കുകൾ ചേർത്ത് പറയാൻ ഞാനായി. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. ദൈവത്തിന് സ്തോത്രം. ശരീരം രോഗമെങ്കിലും പ്രയാസമെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നെങ്കിലും ദൈവസന്നിധിയിൽ താൻ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവിന്റെ വാക്കുകൾ തൻ്റെ ഹൃദയത്തിലേക്ക് ആഴമായി പതിഞ്ഞപ്പോൾ പൗലോസ് പിന്നെ ആ രോഗത്തെ ഓർത്ത് നെടുവീർപ്പിടുന്നില്ല, അതിനെ ഓർത്ത് പരിഭവം പറയുന്നില്ല, ദൈവസന്നിധിയിൽ കംപ്ലൈന്റ് പറയുന്നില്ല, പിറുപിറുക്കുന്നില്ല. പിന്നെയോ പറയുകയാണ്, ഞാൻ ബലഹീനനാണ്, ഇപ്പോഴും ബലഹീനനാണ്. പക്ഷേ ബലഹീനനാണെങ്കിലും യേശുക്രിസ്തു മുഖാന്തരം ഞാൻ ശക്തനാണെന്ന് പൗലോസ് പ്രഖ്യാപിക്കുക. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, എന്നെ ശ്രദ്ധിക്കുന്നവരെ, രോഗമില്ലാത്തൊരു ശരീരമില്ല. അങ്ങനെ ഒരു ശരീരമുണ്ടോ? ലോകത്തിലേത് മനുഷ്യനെ നോക്കിയോ, അവരെല്ലാം ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ രോഗികളാ, പലവിധമായ രോഗത്താൽ ഭാരപ്പെടുന്നവരാ. എൻ്റെ ശരീരത്തിൽ തന്നെ പലവിധമായ രോഗങ്ങളുണ്ട്. ഇന്ത്യയിൽ ആദ്യമായിട്ട് എനിക്കുണ്ടായ ഒരു രോഗം ഷുഗർ കുറഞ്ഞു പോകുന്ന, മെഡിക്കൽ ഇതുവരെ കണ്ടുപിടിക്കാത്ത ഒരു രോഗത്തിന് ഞാനും അടിമയാണ്. വെല്ലൂരിൽ 2005 വെല്ലൂരിൽ ചെന്നപ്പോൾ അവര് പറഞ്ഞു, ഇത് ആദ്യത്തെ കേസാണ് ഇന്ത്യയിലെന്ന്. ആദ്യത്തെ കേസ്. അപ്പൊ ഞാനും വിചാരിച്ചു, എൻ്റെ കർത്താവ് ഇതുകൊണ്ടൊക്കെ എങ്ങനെ ജീവിക്കും? പക്ഷേ ഇന്നും ജീവിക്കുന്നു. കാരണം എന്താ? ശക്തനാക്കുന്ന സ്വർഗത്തിലെ ദൈവത്തിന്റെ വലിയ കൃപ, വലിയ കൃപ. നോക്കണം പ്രിയമുള്ളവരെ, ദൈവം നമ്മെ ആ കൃപയിൽ അങ്ങ് നിർത്തിയിരിക്കുക. ഇവിടെ വായിക്കുന്നത് എന്താ? എൻ്റെ കൃപ
നിനക്ക് മതി. രോഗികളുടെ മേൽ വ്യാപരിക്കുന്നത് ദൈവത്തിന്റെ കൃപയാ. എന്താ കൃപ എന്ന് പറഞ്ഞാൽ? അർഹതയില്ലാത്ത സ്ഥാനത്ത് ലഭിക്കുന്ന ദൈവത്തിന്റെ ദാനം. സ്തോത്രം. അങ്ങനെയെങ്കിൽ രോഗിയുടെ മേൽ വ്യാപരിക്കുന്നത് ദൈവത്തിന്റെ കൃപ എന്ന് പറഞ്ഞാൽ ആ രോഗിയെ സംബന്ധിച്ച് ഈ ദൈവത്തിന്റെ കൃപ അവന്റെ ശരീരത്തിന്മേൽ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിന്മേൽ വ്യാപരിക്കാൻ സാധ്യതയില്ലായിരുന്നുവെങ്കിലും ദൈവം ആ കൃപ തന്നപ്പോൾ ഇത് സഹിക്കാൻ, ഇത് വഹിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുവാൻ, പരാതിയില്ലാതെ പരിഭവമില്ലാതെ മുമ്പോട്ട് പോകുവാൻ ദൈവം നമ്മെ എന്ത് ചെയ്യുക? ബലപ്പെടുത്തുക. ദൈവത്തിന് സ്തോത്രം. അതാ കൃപ. അതാ പൗലോസിനോട് ദൈവം പറയുന്നത്, എന്റെ കൃപ നിനക്ക് മതി. ഇതൊരു കൃപയാ. എന്ത് കൃപ? ഈ രോഗം വഹിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ സ്തോത്രത്തോടെ ജീവിക്കാൻ കഴിയുന്നതൊരു കൃപയാ. കൃപയാലാണ് നാം രക്ഷിക്കപ്പെട്ടതെങ്കിൽ പ്രിയമുള്ളവരെ, ഈ രോഗവും വഹിച്ച് സ്തോത്രം പറഞ്ഞ് മുമ്പോട്ട് പോകുവാൻ ദൈവം തരുന്നതും അതേ കൃപയാ. അതും ദൈവത്തിന്റെ കൃപയാ. നമ്മുടെ കഴിവല്ല, നമ്മുടെ ശക്തിയല്ല, നമ്മുടെ ബുദ്ധിയല്ല, നമ്മുടെ സാമർഥ്യമല്ല. ഈ നാളുകളിൽ ക്യാൻസർ രോഗം ഇങ്ങനെ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ഡയാലിസിസ് ചെയ്യുന്ന ആളുകളുടെ എണ്ണം പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പ്രേ ഫോർ ഇന്ത്യ എന്ന ഒരു പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ആളാണ്. ഞങ്ങൾക്ക് വലിയൊരു ലിസ്റ്റ് ഉണ്ട്. ക്യാൻസർ രോഗികളുടെ ലിസ്റ്റ്, ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ലിസ്റ്റ്, ഓരോരോ വിഭാഗം രോഗികളെ കുറിച്ചുള്ള ലിസ്റ്റ്. ക്യാൻസർ തന്നെ വിവിധ ക്യാൻസറുകളാണ്. ഇതിൻ്റെയൊക്കെ ലിസ്റ്റ് ഉണ്ട്. ആ ലിസ്റ്റ് വെച്ച് പേര് പറഞ്ഞ് എല്ലാ ദിവസവും രാവിലെ 7 മുതൽ 8 വരെ ഞങ്ങൾ പ്രാർത്ഥിക്കും. നോക്കണം പ്രിയരെ, ആ ലിസ്റ്റിൽ ആളുകളുടെ പേര് കൂടിക്കൂടി വരിക. ഓരോ ദിവസവും ചെല്ലുന്തോറും ഓരോരുത്തരുടെ പേര് കൂടിക്കൂടി വരിക. പനി വരുന്നത് പോലെ ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ വിശ്വാസികളെ സംബന്ധിച്ച് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ വാക്കുകൾ എത്രയോ അർത്ഥവത്താണ്. എന്താ പൗലോസ് പറയുന്നത്? എൻ ബലഹീനനെങ്കിലും ഞാൻ ശക്തനാണ്. ദൈവത്തിന് സ്തോത്രം. ഇതിന്റെ 9ാമത്തെ വാക്യം, ഇതിന്റെ 9ാമത്തെ വാക്യത്തിൽ ബലഹീനതയിൽ എന്താ അവിടെ വായിക്കുന്നത്? ക്രിസ്തുവിന്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കുന്നു. അതാണ് കാര്യം. കർത്താവിന്റെ ശക്തി എൻ്റെ മേൽ അങ്ങ് ആവസിക്കുക. നമുക്ക് വല്ല കഴിവുണ്ടോ? നമുക്ക് വല്ല കഴിവുണ്ടോ? ഒരു കഴിവുമില്ല. നമ്മൾ ബലഹീനരാ. ബലഹീന ശരീരത്തിലാ വസിക്കുന്നത്. അത് വീണ്ടും ബലഹീനമായി, രോഗമായി, പ്രയാസമായി. പലവട്ടം പ്രാർത്ഥിച്ചു, മാറുന്നില്ല. പക്ഷേ പൗലോസ് പറയുന്നു, ക്രിസ്തുവിന്റെ ശക്തി ഈ ബലഹീന ശരീരത്തിലേക്ക് അങ്ങ് വരുമ്പോൾ ഞാൻ അങ്ങ് ബലപ്പെടുക. അതാ ദൈവകൃപ. അതാ ദൈവകൃപ. ഈ നാളുകളിൽ വേണ്ടത് ആ കൃപയാണ് ദൈവമക്കളെ. ഈ നാളുകളിൽ നമുക്ക് വേണ്ടത് ദൈവത്തിന്റെ ആ കൃപയാ. രോഗം വന്നപ്പോൾ എൻ്റെ കർത്താവേ, എന്തേ എനിക്കിത് വരുന്നു? എന്തേ എൻ്റെ മക്കൾക്ക് ഇത് വരുന്നു? എന്തേ എൻ്റെ കുടുംബത്തിൽ ഇത് വരുന്നു? എന്തേ ഞങ്ങൾക്കിത് ഒരു മാലയിലെ മുത്തുകൾ പോലെ ഒന്നിനു പറയെ ഒന്നായി മാറി മാറി ഞങ്ങളുടെ ജീവിതത്തിൽ ഇതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു? പലപ്പോഴും നമ്മൾ പറഞ്ഞ് പരിഭവിക്കാറുണ്ട്. അയൽവക്കത്തെ വീടുകളിൽ ചിലപ്പോൾ ഇതൊന്നും കുഴപ്പമില്ല. അവരവരുടെ ഇഷ്ടത്തിന് തോന്നിവാസം പോലെ അവരുടെ ഇഷ്ടത്തിന് ജീവിക്കുന്ന ആളുകളാ. അയ്യോ അവിശ്വാസി, അവരുടെ വീട്ടിൽ കുഴപ്പമില്ലല്ലോ. ചിലപ്പോഴൊക്കെ ചിന്തിച്ചു പോയേക്കാം. പക്ഷെ നമ്മുടെ വീട്ടിലിങ്ങനെ ഒരു മാലയുടെ മുത്തുപോലെ ഒന്ന് കഴിയുമ്പോൾ അടുത്തത് വന്നു കഴിഞ്ഞു. ഓരോ ഭാരങ്ങൾ, ഓരോ കഷ്ടങ്ങൾ, ഓരോ വേദനകൾ എണ്ണി എണ്ണി പറയാൻ തക്കവണ്ണം ധാരാളം 2025 നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു. ഈ 2026 ഇനി എന്തെല്ലാം സംഭവിക്കുമോ നമുക്കറിയത്തില്ല. എന്നാൽ ഒരു കാര്യം നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ, നീ എന്ത് തന്നാലും നീ അതിന്മേൽ നിന്റെ കൃപ എൻ്റെ മേൽ ചൊരിയുന്നത് കൊണ്ട്, നിന്റെ ശക്തി എൻ്റെ മേൽ തരുന്നത് കൊണ്ട് ഞാൻ തൃപ്തനാണ്, ഞാൻ ശക്തനാണ്, എനിക്കതിൽ പരാതിയില്ല എന്ന് പറയാൻ നമുക്ക് കഴിയണം. സ്തോത്രം. പിന്നെ ഏത് കാര്യത്തിലാ നമുക്ക് ഇന്ന് തൃപ്തി വരാത്തത്? രോഗം വന്നു, ശരീര സംബന്ധമായിട്ടല്ല, പിന്നെയോ കർത്താവിനെ രുചിച്ചറിയുന്ന കാര്യത്തിൽ ആ കൃപ, രോഗത്തിന്റെ മധ്യ വ്യാപരിക്കുന്ന ദൈവകൃപ രുചിച്ചറിയുവാൻ എനിക്കിനിയും ആഗ്രഹമുണ്ട്. ഞാൻ അതിൽ തികഞ്ഞവനല്ലെന്ന് ദൈവത്തോട് നമുക്ക് പറയാൻ കഴിയണം. സ്തോത്രം. അങ്ങനെ പറയാൻ കഴിഞ്ഞാൽ ഏത് രോഗത്തിന്റെ മധ്യേയും വലിയ സമാധാനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാനായിട്ടിടയാകും. ഞാൻ മിക്കവാറും പറയാറുള്ള ഒരു കാര്യമാ, എൻ്റെ ഒരു സഹോദരൻ, എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരനാ, TP തോമസ് എന്ന് പറയും. 2005 ഞാൻ രോഗം ബാധിച്ച് കിടപ്പിലായി കിടക്കുക എൻ്റെ വീട്ടില്.
ആ സമയത്ത് ഈ ദൈവദാസൻ എൻ്റെ വീട്ടിലേക്ക് വന്നു. അവിടെയുള്ള പത്തനംതിട്ടയിലുള്ള എല്ലാ ദൈവദാസന്മാരും മാറി മാറി വന്ന് പ്രാർത്ഥിക്കും. സഭയിലെ വിശ്വാസികൾ, സഹോദരന്മാർ എല്ലാവരും വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഈ ദൈവദാസൻ കടന്നു വന്ന് പ്രാർത്ഥിച്ചു പോകുന്നതിന് മുമ്പ് അദ്ദേഹത്തിനോട് ചോദിച്ചു, പ്രിയ സഹോദര രാജ, ഈ രോഗം തന്ന ദൈവത്തിന് നന്ദി പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു. എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ ഒരു അനുഭവമായ അത്. അദ്ദേഹം എന്നോട് പറയുകയാണ്, രോഗം തന്ന ദൈവത്തോട് നന്ദി പറയണമെന്ന്. നമുക്ക് കാറ് തന്നാൽ നന്ദി പറയും, വീട് തന്നാൽ നന്ദി പറയും, വസ്ത്രം തന്നാൽ നന്ദി പറയും, മറ്റെന്തെങ്കിലും ഗിഫ്റ്റ് കിട്ടിയാൽ നന്ദി പറയും. നമുക്ക് കിട്ടുന്ന ബാക്കി എല്ലാത്തിനും നമ്മൾ ദൈവത്തോട് നന്ദി പറയും. പക്ഷേ ആദ്യമായിട്ട് ഒരു ദൈവദാസൻ എന്നോട് ചോദിച്ചു, സഹോദരന് വന്ന ഈ അപൂർവ രോഗത്തെ ഓർത്ത് ദൈവത്തോട് നന്ദി പറഞ്ഞിട്ടുണ്ടോ? എനിക്ക് ആ ദൈവദാസനോട് ആദ്യം ഒരു വിഷമമാണ് തോന്നിയത്. ഞങ്ങൾ ഭയങ്കര കൂട്ടാണ്, പക്ഷെ എങ്കിലും മനസ്സിലൊരു വിഷമം. പക്ഷെ അദ്ദേഹം പ്രാർത്ഥിച്ച് മടങ്ങിപ്പോയി. ഞാൻ ആ ബെഡിൽ കിടന്നുകൊണ്ട് ചിന്തിച്ചു, ശരിയാണല്ലോ, ദൈവം തരുന്ന എല്ലാത്തിനും നന്ദി പറഞ്ഞു, എന്തുകൊണ്ട് രോഗത്തിനും കഷ്ടതയ്ക്കും നന്ദി പറഞ്ഞുകൂടാ? ഞാൻ ബെഡിൽ നിന്നവരുണ്ട്, താഴെ വീണ മുട്ടയിൽ നിന്ന് ദൈവസന്നിധിയിൽ പറഞ്ഞു, കർത്താവേ, എനിക്ക് തന്ന രോഗത്തിനായിട്ട് സ്തോത്രം. അന്നാദ്യമായിട്ട് ഞാൻ പഠിച്ചൊരു പാഠം, ഒരു ദൈവദാസൻ എന്നെ അത് പഠിപ്പിച്ചത്. എന്നെ ശ്രദ്ധിക്കുന്ന മാന്യ ശ്രോതാക്കളെ, പഠിക്കണം ഒരു പാഠം. ജീവിതത്തിൽ ബാക്കി എല്ലാ ഗിഫ്റ്റിനും നാം നന്ദി പറയുമ്പോൾ ദൈവം തരുന്ന രോഗത്തിന്, എൻ്റെ കർത്താവെ, നീ എനിക്ക് തന്ന ഈ രോഗത്തിനായി, ഈ പ്രതിസന്ധിക്കായി, ഈ ആക്സിഡന്റിനായി, ഈ കഷ്ടതയ്ക്കായി, ഈ പ്രയാസത്തിനായി ഞാൻ നിന്നോട് നന്ദി പറയുന്നു എന്ന് പറയുവാൻ നമുക്ക് കഴിഞ്ഞാൽ സ്തോത്രം, ദൈവം അവിടെ പ്രവർത്തിക്കും. അവിടെയാണ് ദൈവം പ്രവർത്തിക്കുന്നത്. അതാണ് ദൈവത്തിന്റെ കൃപ. അങ്ങനെ പറയാനായിട്ട് നമുക്ക് സാധിക്കണം. അതിൽ നാം തൃപ്തരാകണം. മുമ്പോട്ട് പോകട്ടെ പ്രിയമുള്ളവരെ. പൗലോസ് പറയുന്നു, ഞാൻ ബലഹീനതയിലും ശക്തനാണ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, ദൈവം തന്റെ ശക്തി നമ്മുടെ മേൽ തന്നിരിക്കുന്നത് കൊണ്ട് രോഗം, ക്യാൻസർ ആകട്ടെ, എന്തുമാകട്ടെ, മരണക്കിടക്കയിലാകട്ടെ, അവിടെയും ക്രിസ്തുവിൽ നാം ഓരോരുത്തരും ശക്തരാണ്. പ്രാർത്ഥിക്കണം, കർത്താവേ, രോഗം സംബന്ധിച്ച് ഞാൻ ദുർബലനെങ്കിലും കർത്താവിനെ സംബന്ധിച്ച് ഞാൻ പ്രിയ കർത്താവേ, ഇനിയും അറിയാനായിട്ട് ഒത്തിരി ഉണ്ട്. ആ കൃപ പിന്നെയും എന്നെ പഠിപ്പിക്കണമേ. ആ കൃപ, എന്നിൽ വ്യാപരിക്കുന്ന ഈ കൃപ, അത് രുചിച്ചറിയുവാൻ എന്നെ പിന്നെയും സഹായിക്കണമേ. അതിൽ ഞാൻ തികഞ്ഞവനല്ല എന്ന് ദൈവത്തോട് പറയാൻ കഴിയണം. മൂന്നാമതൊരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ മുമ്പോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യവും 4-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യവും ഒന്ന് വായിച്ചാട്ടെ. 3-ാം അധ്യായം 1-ാം വാക്യവും 4-ാം അധ്യായം 4-ാം വാക്യവും നമുക്ക് പരിചിതമായ വാക്യങ്ങളാണ്. മതി. അവിടെ 3-ാം അധ്യായത്തിൽ ജയിലിന്റെ ഉള്ളിൽ നിന്ന് അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയ വിശ്വാസികൾക്ക് എഴുതുമ്പോൾ പറയുകയാണ്, ഒടുവിൽ ഇനി വേറെ ഒന്നും പ്രത്യേകിച്ച് ഒത്തിരി ഒന്നും പറയാൻ എനിക്കില്ല. സഹോദരന്മാരെ, ക്രിസ്തുവിൽ നിങ്ങൾ സന്തോഷിക്കണം. 4-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം. പിന്നെയും ആവർത്തിച്ച് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ക്രിസ്തുവിൽ സന്തോഷിപ്പിൻ. ഒടുവിൽ എന്ന് പറഞ്ഞുകൊണ്ട് 3-ാം അധ്യായത്തിൽ ആരംഭത്തിൽ പൗലോസ് പറയുന്നു, കർത്താവിൽ സന്തോഷിക്കണം. 4-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ വീണ്ടും ആവർത്തിക്കുകയാണ്, ഞാൻ പിന്നെയും ഈ കാര്യം ആവർത്തിച്ച് അല്ലയോ ഫിലിപ്പിയ വിശ്വാസികളെ, നിങ്ങളോട് പറയുകയാണ്, ക്രിസ്തുവിൽ നിങ്ങൾ സന്തോഷിക്കണം. ഈ നാളുകളിൽ നമ്മുടെ ഒന്നും ഉള്ളിൽ ഇല്ലാതെ പോയിരിക്കുന്ന ഇതാ. എന്താ? സന്തോഷം നഷ്ടപ്പെട്ടിരിക്കുക. സന്തോഷം നഷ്ടപ്പെട്ടു. പണ്ട് കാലത്ത് കാരണവന്മാരൊക്കെ, നമ്മുടെ പിതാക്കന്മാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അവര് കൂടി കാണുമ്പോൾ ഭയങ്കര ആവേശമായിരുന്നു, ഭയങ്കര സന്തോഷമായിരുന്നു എന്നൊക്കെ. ഞാൻ ഓർക്കുന്നുണ്ട്, വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഒരു ക്യാമ്പൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ കെട്ടിപ്പിടിച്ച് കരഞ്ഞ് പിരിയാൻ വലിയ സങ്കടമായിരുന്നു, ഭയങ്കര വിഷമമായിരുന്നു. സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്ന എത്ര ശുഭവും. ആ വാക്യത്തിന്റെ അർത്ഥമൊക്കെ അന്ന് ശരിക്കുമൊക്കെ ഒന്ന്
മനസ്സിലായി വരുന്നത്. സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത്, അവിടെ ക്യാമ്പിലൊക്കെ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് എല്ലാം കഴിഞ്ഞ് ക്യാമ്പെല്ലാം കഴിഞ്ഞ് പിരിഞ്ഞു പോകുമ്പോൾ ഒരു വേദനയുണ്ട്. നമുക്ക് മാത്രമല്ല, കൊച്ചു കുട്ടികൾ വരെയും ഈ കുട്ടികളുടെ ക്യാമ്പെല്ലാം കഴിഞ്ഞ് പിരിഞ്ഞു പോകുമ്പോൾ ആ കുട്ടികളിൽ നിന്ന് കരയുന്ന കണ്ടിട്ടുണ്ട്. ഇന്ന് ഇതെല്ലാം ഒരു ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ സിസ്റ്റം പോലെയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ക്യാമ്പിൽ വരുന്നു, അറ്റൻഡ് ചെയ്യുന്നു, പോകുന്നു. അവിടെ പരസ്പരം സ്നേഹമുണ്ടോ എനിക്കറിയത്തില്ല. തമ്മിൽ കൈ കൊടുക്കുന്നുണ്ടോ? എന്നാ ഉണ്ട് സഹോദര സഹോദരി എന്ന് വിശേഷം തിരക്ക്. അടുത്തിരിക്കുന്ന ആളെ പോലും കൈ പോലും കൊടുക്കാതെ ക്യാമ്പിൽ പങ്കെടുത്ത് പ്രസംഗമെല്ലാം കേട്ട് ആവേശത്തോടെ തിരിച്ചു പോകുന്ന ആളുകളെ അല്ലാതെ കൈ കൊടുക്കുന്നവരെ പോലും കണ്ടുകിട്ടാൻ ഇന്ന് വിഷമിക്കുന്ന ഒരു ചുറ്റുപാടിലേക്കാണ് നാം ഓരോരുത്തരും മാറിയിരിക്കുന്നത്. ഇതൊരു സത്യമാണ്. പ്രിയമുള്ളവരെ, നാം തിരിച്ചറിയണം, ക്രിസ്തുവിൽ സന്തോഷിക്കണം. ആദ്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം എന്ത്? സന്തോഷം. അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, ക്രിസ്തുവിൽ നിങ്ങൾ സന്തോഷിപ്പിൻ. അഥവാ നിങ്ങളുടെ ഹൃദയത്തിൽ സന്തോഷമുണ്ടെങ്കിൽ ആ സന്തോഷം മറ്റുള്ളവരിലേക്ക് പകരപ്പെടും. ഇനി ഒരു ഉദാഹരണം കൂടി ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാണിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ അപ്പോസ്തല പ്രവൃത്തി അതിൻ്റെ 26-ാം അധ്യായം 28ഉം 29ഉം വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ. അപ്പോസ്തല പ്രവൃത്തി 26-ാം അധ്യായം 28ഉം 29ഉം വാക്യം ഞാൻ വായിക്കാം. അഗ്രിപ്പ പൗലോസിനോട്, ഞാൻ ക്രിസ്ത്യാനിയായി തീരുവാൻ നീ എന്നെ അല്പം കൊണ്ട് സമ്മതിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് പൗലോസ്, നീ മാത്രമല്ല, ഇന്ന് എൻ്റെ പ്രസംഗം കേൾക്കുന്നവരെല്ലാവരും അല്പം കൊണ്ടാകട്ടെ അധികം കൊണ്ടാകട്ടെ ഈ ചെങ്ങല ഒഴിക എന്നെ പോലെ ആകണമെന്ന് ഞാൻ ദൈവത്തോട് അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. എന്താ പൗലോസ് ഇവിടെ അർത്ഥമാക്കുന്നത്? അഗ്രിപ്പ രാജാവ് ന്യായവിസ്താരത്തിനായി പൗലോസിനെ വിളിച്ചു വരുത്തിയിരിക്കുക. പല കാര്യങ്ങൾ അവർ സംസാരിച്ചു. സംസാരത്തിന്റെ ഒടുവിൽ പൗലോസിന് പറയാൻ അവസരം കൊടുത്തു. പൗലോസ് സുവിശേഷം പങ്കുവെച്ചു. ഞാനതിങ്ങനെ പെട്ടെന്ന് പറഞ്ഞാൽ മുമ്പോട്ട് പോകട്ടെ. ഒടുവിൽ അഗ്രിപ്പ രാജാവ് പറയുകയാണ്, നീ അല്പം കൊണ്ടും അധികം കൊണ്ടോ എന്നെ ക്രിസ്ത്യാനിയാക്കുവാൻ. ഇപ്പൊ പൗലോസിന്റെ ഉള്ളിലൊരു പരിശ്രമം എന്താ? ഈ അഗ്രിപ്പ രാജാവും ആരാകണം? ക്രിസ്ത്യാനിയാകണം. അത് അദ്ദേഹം തിരിച്ചറിഞ്ഞു. എന്നാൽ പൗലോസ് എന്നിട്ട് പറയുകയാണ്, നീ മാത്രമല്ല, പൗലോസിന്റെ വാക്കുകളാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നീ മാത്രമല്ല, ഇന്ന് എൻ്റെ പ്രസംഗം കേൾക്കുന്നവർ എല്ലാവരും അല്പം കൊണ്ടാകട്ടെ അധികം കൊണ്ടാകട്ടെ ഈ ചെങ്ങല ഒഴികെ എന്നെ പോലെ എവിടെ കിടന്ന? പൗലോസ് ഇപ്പൊ എവിടെയാ? അയ്യോ നോക്കണം, കാരാഗ്രഹത്തിലാ, ജയിലിന്റെ അനുഭവമാ, സ്വാതന്ത്ര്യമില്ല, ഒന്നുമില്ല. പൗലോസ് ചെങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവനായിട്ടിരിക്കുകയാണ്. ഈ പൗലോസാണ് ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്നത്, നിങ്ങൾ ക്രിസ്തുവിൽ സന്തോഷിക്കണം. ഈ വാക്യം വായിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന ആവേശം എന്താന്ന് ചോദിച്ചാൽ, പൗലോസ് നിരാശയോടെയല്ല അഗ്രിപ്പാവിനോട് പറയുന്നത്, ആവേശത്തോടെ, ആനന്ദത്തോടെ, സന്തോഷത്തോടെ പൗലോസ് പറയാണ്, ഈ ചെങ്ങല ഒഴികെ നീ എന്നെ പോലെ ആകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ചെങ്ങല ഒഴികെ ജീവിതത്തിൽ തനിക്ക് വേറെ ഒന്നുമില്ലെന്ന് നമ്മൾ കണ്ടതാണ്. ജയിലിന്റെ അനുഭവമാണ്. എന്നിട്ട് പൗലോസ് പറയും, നിനക്ക് എന്റെ ചെങ്ങല നിനക്ക് വേണ്ട, ഞാനിത് വഹിച്ചു കൊള്ളാം, പക്ഷേ അത് നീ ധരിക്കണ്ട. പക്ഷേ ഈ ചെങ്ങലയൊന്ന് മാറ്റിവെച്ച് കഴിഞ്ഞാൽ നീ എന്നെ പോലെയാകണം. നോക്കണം, താൻ നിരാശപ്പെട്ട് ദുഃഖിച്ച് കരഞ്ഞ്, അല്ലയോ അഗ്രിപ്പാവേ എന്നെ ഒന്ന് വിടണേ, രക്ഷിക്കണേ, ഞാൻ നിരപരാധിയാണ് എന്ന് നിലവിളിക്കുകയല്ല, പിന്നെയോ ആവേശത്തോടെ സന്തോഷത്തോടെ പറയുകയാണ്, ഇതൊന്ന് മാറ്റിവെച്ചാൽ നീ എന്നെ പോലെയാകണം. അതാണ് സന്തോഷം എന്ന് പറയുന്നത്. നോക്കണം പ്രിയമുള്ളവരെ, പൗലോസ് ചുമ്മാ വിടുവായിത്തരം പറയുകയല്ല, എന്തെങ്കിലും വിളിച്ചു പറയുകയല്ല. ഫിലിപ്പിയ വിശ്വാസികളോട് ഒടുവിൽ ഞാൻ പറയുന്നു, പിന്നെയും പിന്നെയും ഞാൻ പറയുന്നു, ക്രിസ്തുവിൽ സന്തോഷിപ്പിനെന്ന് പൗലോസ് പറയുന്നെങ്കിൽ തന്റെ ജീവിതത്തിലൂടെ അഗ്രിപ്പാവിന്റെ മുമ്പാകെ അത് വെളിപ്പെടുത്തുകയും. പൗലോസിന് എന്തുണ്ട്? അഗ്രിപ്പാവിനുള്ള പോലെ രാജകിരീടമുണ്ടോ? മാർദ്ദവ വസ്ത്രമുണ്ടോ? സിംഹാസനമുണ്ടോ? അഗ്രിപ്പാവിന് സിംഹാസനമുണ്ട്, മാർദ്ദവ വസ്ത്രമുണ്ട്, പരിചരിപ്പാൻ ആളുകളുണ്ട്, താൻ പറയുന്നത് കേൾക്കാനും ചെയ്യാനും ധാരാളം ആളുകളാണ്. പിന്നെയോ നല്ല ഭക്ഷണമുണ്ട്, നല്ല സുഖസൗകര്യത്തിൽ ജീവിക്കുകയാണ്.
അത്രയും ധനികനായ അല്ലെങ്കിൽ ഏറ്റവും ഉന്നതമായ സ്ഥാനത്തിരിക്കുന്ന അഗ്രിപ്പാവിനോട് പൗലോസ് പറയുകയാണ്, ചെങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവൻ പറയാണ്, നീ ഈ ചെങ്ങല ഒഴികെ എന്നെ പോലെ ആകണം, എന്നെ പോലെ ആകണം. അതാണ് ക്രിസ്തുവിലുള്ള സന്തോഷം. ഈ നാളുകളിൽ വിശ്വാസികളിൽ വേണ്ടതാണ്. ജീവിതത്തിൽ ഒന്നുമില്ലേലും എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള സന്തോഷം. ആമേൻ. ഓ ദൈവത്തിന് സ്തോത്രം. പൗലോസിന് തന്റെ കയ്യിലൊന്നുമില്ല, കാണിച്ചു കൊടുക്കാൻ, ചൂണ്ടിക്കൊടുക്കുവാൻ രാജകിരീടമില്ല, സിംഹാസനമില്ല, മാർദ്ദവസ്ത്രമില്ല, സഹായിപ്പനാരുമില്ല. അഗ്രിപ്പാവേ, ഞാൻ നിന്നേക്കാൾ വലിയ സ്ഥാനത്തായി ഇരിക്കുന്നത് അല്ലല്ല. അതൊന്നും പൗലോസിന് പറയാനില്ല. അയ്യോ, എന്റെ കാലിലെ കയ്യിലെ ഈ ബന്ധനം ഒഴികെ ബാക്കി ഇതെല്ലാം മാറ്റിവെച്ചാൽ ഞാൻ അനുഭവിക്കുന്ന ക്രിസ്തീയ സന്തോഷമുണ്ടല്ലോ, ആ സന്തോഷം പോലെ നീയും ക്രിസ്തുവിൽ സന്തോഷിക്കണം. അതാണ് എന്റെ ഹൃദയത്തിന്റെ വാഞ്ച. പൗലോസ് അത് പറയുകയാണ്. നോക്കണം പ്രിയമുള്ളവരെ, നമുക്ക് ഈ നാളുകളിൽ ക്രിസ്തുവിൽ ഈ സന്തോഷം അനുഭവിക്കാനായിട്ട് കഴിയണം. 3 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. പ്രിയമുള്ളവരെ, പൗലോസ് പറയുന്ന ഒന്ന്, ഞാൻ തൃപ്തനായിട്ടിരിക്കുന്നു. തൻ്റെ ജീവിതത്തിൽ താൻ ഏറ്റവും തൃപ്തനായി സന്തോഷമായിരിക്കുകയാണ്. അതിൽ പൗലോസ് പറയുകയാണ്, ഞാൻ തികഞ്ഞവനായിരിക്കുകയാണ്, ഞാൻ ശക്തനാകുന്നു. രണ്ടാമത് പറയുകയാണ്, ഞാൻ ബലഹീനനെങ്കിലും ശക്തനാണ്, ഞാൻ ചെങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവനെങ്കിലും ക്രിസ്തുവിൽ സന്തോഷമുള്ളവനാണ്. ദൈവത്തിന് സ്തോത്രം. നോക്കണം, പൗലോസിന്റെ ജീവിതത്തെ മൊത്തമായിട്ട് നമ്മളൊന്ന് വിലയിരുത്തുമ്പോൾ ഈ ലോകപ്രകാരമുള്ളൊരു കാര്യത്തിലല്ല പൗലോസ് സന്തോഷം അനുഭവിച്ചത്, ക്രിസ്തുവിനോട് ചേർന്ന കാര്യത്തിലാണ്. അതുകൊണ്ടാണ് ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായി ഒന്നും അല്ല. എന്നിട്ട് അതിനോട് ചേർത്ത് ബാക്കി അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്. എന്താ വായിക്കുന്നത്? എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേ ഉള്ളൂ. പിന്നെ തുടർന്ന് വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ്, സഹോദരന്മാരെ, ഞാൻ പിടിച്ചിരിക്കുമെന്ന് നിരൂപിക്കുന്നില്ല, ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നു മുമ്പിലുള്ളതിന് ആഞ്ചും കൊണ്ട് യേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. സ്തോത്രം. തികഞ്ഞിട്ടില്ല. പിന്നെയോ എന്നെ വിളിച്ചിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരമവിളി മനസ്സിലാക്കി അത് പിടിക്കാമോ എന്ന് വെച്ച്, ഏത് പിടിക്കാമോ എന്ന് വെച്ച്, ഏതിൽ ഞാൻ തികഞ്ഞവനായില്ല, ഏതിൽ ഞാൻ പൂർണ്ണനായില്ല, അത് പിടിക്കാമോ എന്ന് വെച്ച് ഞാൻ ഓടുകയാണെന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുക. ദൈവത്തിന് സ്തോത്രം. ഈ നാളുകളിൽ പ്രിയ വിശ്വാസികളെ, നമ്മുടെ ഉള്ളിൽ ഈ ചിന്ത നിറയാനായിട്ടിടയാകട്ടെ. ഞാനും പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മുമ്പോട്ട് ഓടുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ ഈ സന്ദേശം അവസാനിപ്പിക്കാം എന്ന് വിചാരിക്കുകയാണ്. 5 മിനിറ്റ് എൻ്റെ മുമ്പിലുണ്ട്, 5 മിനിറ്റ് കൊണ്ട് ഒരു കാര്യം കൂടി പറഞ്ഞ് യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം അതിന്റെ 28-ാമത്തെ വാക്യത്തിൽ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ ഒരു വാക്ക് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. എന്താണെന്നറിയാവോ? കർത്താവ് പറഞ്ഞു, സകലവും തികഞ്ഞിരിക്കുന്നു. സകലവും തികഞ്ഞിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യത്തിലാണ്. ഒടുവിൽ കർത്താവ് പറയുകയാണ്, സകലവും നിവർത്തിയായിരിക്കുന്നു, സകലവും തികഞ്ഞിരിക്കുന്നു. അവിടെ അങ്ങനെ തന്നെ രേഖപ്പെടുത്തി, സകലവും തികഞ്ഞിരിക്കുന്നു. എന്താ തികഞ്ഞിരിക്കുന്നത്? മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ദൈവപുത്രൻ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നുവോ അതെല്ലാം തികഞ്ഞ് കാൽവറിയിലെ ക്രൂശിൽ കിടക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു ഒടുവിലായി പറയുകയാണ്, സകലവും തികഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ലോകത്തിലുള്ള സകല പാപിക്കും വേണ്ടി, പാപിയുടെ രക്ഷയ്ക്ക് വേണ്ടി, പാപിയുടെ ഉദ്ധാരണത്തിന് വേണ്ടി, അവന്റെ ജീവിതത്തിൽ സമാധാനം നൽകേണ്ടതിന് വേണ്ടി, അവന് സ്വർഗം നൽകേണ്ടതിന് വേണ്ടി, അവന്റെ മേലുള്ള ശാപം നീക്കി അനുഗ്രഹം നൽകേണ്ടതിന് വേണ്ടി, അവന് വെച്ചിരുന്ന നരകശിക്ഷയിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് അവന് നിത്യമായ സ്വർഗം നൽകേണ്ടതിന് വേണ്ടി
പിശാചിന്റെ അടിമത്തത്തിൽ നിന്ന് സ്വർഗീയ സമാധാനത്തിലേക്ക്, സ്വാതന്ത്ര്യത്തിലേക്ക് അവനെ നടത്തേണ്ടതിന് വേണ്ടി എരിനരകത്തിന്റെ അനുഭവത്തിൽ നിന്ന് സ്വർഗീയ സന്തോഷത്തിന്റെ അനുഭവത്തിലേക്ക്, അതിന്റെ പന്താവിലേക്ക് അവനെ കൊണ്ടുപോകേണ്ടതിന് വേണ്ടി എന്തെല്ലാം ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു, കർത്താവായ യേശുക്രിസ്തു അത് മുഴുവനും ചെയ്ത് തീർത്തതിന് ശേഷം ഒടുവിൽ കാൽവറിയിലെ ക്രൂശിൽ കിടന്ന് താൻ പറയുകയാണ്, സകലവും തികഞ്ഞിരിക്കുന്നു, ദൈവത്തിന് സ്തോത്രം, ഇനി ഇതിനു വേണ്ടി ഒന്നും ബാക്കിയില്ല. മനുഷ്യകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി വേറെ ഒരു പരിപാടിയും വേറെ ഒരു കാര്യവും മനുഷ്യൻ ഇനി ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ദൈവം ഇനി ചെയ്യാനായിട്ട് ബാക്കി വെക്കാതെ മുഴുവനായി തികച്ചിട്ട് കാൽവറിയിലെ ക്രൂശിൽ ഒടുവിലത്തെ ശ്വാസം വലിച്ചുവിട്ട കർത്താവായ യേശുക്രിസ്തു തന്റെ ഒടുവിൽ ഇങ്ങനെ പറയുന്നു, സകലവും തികഞ്ഞിരിക്കുന്നു, ദൈവത്തിന് സ്തോത്രം, ഇനിയൊരു കാര്യപരിപാടി ബാക്കിയില്ല. ആകയാൽ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരിൽ ആരെങ്കിലും ഇതുവരെയും ഈ കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചിട്ടില്ല, ഇപ്പോഴും പാപത്തിൽ, തന്നിഷ്ടത്തിൽ, ജീവിതത്തിന്റെ അഴുക്കുചാലുകളിൽ, അയ്യോ എന്നെ ആര് രക്ഷിക്കുമെന്നുള്ള നിരാശയിലും ദുഃഖത്തിലും ആവിധ ചിന്തയിലും പേറി നടക്കുന്നെങ്കിൽ, ഇതാ ഒരു രക്ഷിതാവ്, സകലവും തികച്ചവൻ, ഇനിയൊന്നും ബാക്കി വെക്കാതെ എല്ലാം ചെയ്തവൻ, അതേ കർത്താവായ യേശുക്രിസ്തു, അപ്പോസ്തലനായ പൗലോസ് ചൂണ്ടിക്കാണിച്ചു തന്ന ആ കർത്താവായ യേശുക്രിസ്തു കാൽവറിയിലെ ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും സ്വർഗത്തിൽ ജീവിക്കുന്ന ആ ക്രിസ്തു യേശു, ഞാൻ പ്രസംഗിക്കുന്ന, ഈ ദേവദാസന്മാർ പ്രസംഗിക്കുന്ന, വിശ്വാസികൾ ആരാധിക്കുന്ന, ഇന്നും ആരാധിച്ച് ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കി ദൈവത്തെ ആരാധിച്ച ആ ക്രിസ്തു യേശു സകലം തികഞ്ഞു എന്ന് പറഞ്ഞാൽ ഇനിയൊന്നും ബാക്കിയില്ല പ്രിയരെ, എല്ലാം തികഞ്ഞിരിക്കാൻ ഇനി വേറൊരിടത്ത് അന്വേഷിച്ചു പോകണ്ട, വേറെ 5 പൈസ മുടക്കേണ്ട, വേറെ ഒരു കാര്യവും ചെയ്യേണ്ട. പിന്നെയോ ദൈവസന്നിധിയിൽ തീരുമാനമെടുക്കും, എന്റെ കർത്താവേ, നീ എനിക്ക് വേണ്ടി സകലവും ചെയ്തിരിക്കാൻ ഞാൻ എന്റെ പാപങ്ങളെ നിന്നോട് ഏറ്റുപറഞ്ഞു ഉപേക്ഷിക്കുന്നു, എന്നെ രക്ഷിക്കണമേ. ദൈവസന്നിധിയിൽ പറഞ്ഞാൽ നിശ്ചയമായിട്ടും കർത്താവായ യേശുക്രിസ്തു താങ്കളെ രക്ഷിപ്പാൻ മതിയായവനാണ്. കാരാഗ്രഹ പ്രമാണി രക്ഷിക്കപ്പെടുവാൻ ഞാൻ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചതുപോലെ ദൈവസന്നിധിയിൽ ഒരു വാക്ക് ചോദിക്കുമോ? ഹൃദയങ്ങളെ ഒന്ന് താഴ്ത്തുമോ? ചെയ്തു വന്ന പാപങ്ങളെ ഒന്ന് ഉപേക്ഷിച്ച് ക്രിസ്തുവിന് വേണ്ടി ജീവിതങ്ങളെ സമർപ്പിക്കുമോ? അങ്ങനെ ചെയ്താൽ നിശ്ചയമായിട്ടും താങ്കളുടെ ജീവിതത്തിൽ ഇന്ന് അനുഗ്രഹത്തിന്റെ ദിവസമാണ്, ഇന്നാണ് രക്ഷാ ദിവസം, ഇന്നാണ് സുപ്രസാദകാലം, നാളെ നമുക്കുള്ളതല്ല. ആകയാൽ ദൈവസന്നിധിയില് ഹൃദയങ്ങളെ താഴ്ത്തുക, നിശ്ചയമായിട്ടും ദൈവം താങ്കളെ രക്ഷിക്കും. ഈ ദേശത്തെ ഏറ്റവും കഠിനപാപിയാണെങ്കിലും, ഈ സന്ദേശം ഓൺലൈനിലൂടെ കേൾക്കുന്ന താങ്കൾ ഒരു മഹാപാപിയാണെങ്കിലും, എന്റെ പ്രിയ സ്നേഹിത, താങ്കളുടെ സകല പാപവും ക്ഷമിച്ച് കാൽവറിയെ ക്രൂശിൽ ചൊരിഞ്ഞ ചോരയാൽ ശുദ്ധീകരിച്ച് താങ്കളെ വീണ്ടെടുക്കുവാൻ മനസ്സുള്ള ഒരു നല്ല അപ്പൻ, സ്വർഗീയ പിതാവ്, കരുണയുള്ളൊരു അപ്പൻ, ഓ ഞാൻ വിശ്വസിക്കുന്ന എന്റെ കർത്താവ്, ഞങ്ങൾ ഏറ്റുപാടുന്ന ഞങ്ങളുടെ കർത്താവ് താങ്കളെ രക്ഷിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ആ കർത്താവ് താങ്കളെ രക്ഷിപ്പാനിടയാകട്ടെ. ഇങ്ങനെ നമ്മുടെ കർത്താവിൽ നാം എല്ലാം തികഞ്ഞവരായി തീരുവാൻ, നാം എല്ലാവരും തികഞ്ഞവരായി തീരുവാൻ, തൃപ്തിയുള്ളവരായി, സമാധാനമുള്ളവരായി, ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവരായി പൗലോസിനെ പോലെ നാം ഒടുവിൽ ഇങ്ങനെ പറയാനായിട്ട് സാധിക്കട്ടെ, ഞാൻ നല്ലപോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം, സ്തോത്രം, ഇനി എനിക്ക് വേണ്ടി നീതിയുടെ ഒരു കിരീടം, സ്തോത്രം. പൗലോസ് ഒടുവിൽ പറയുന്നു, ഞാൻ നല്ലപോർ പൊരുതു, ഓട്ടം തികച്ചു, ദൈവം എന്നെ ഏൽപ്പിച്ച എന്റെ വിശ്വാസം ഞാൻ കാത്തു. ബാക്കി ദൈവത്തിന്റെ കാര്യപരിപാടിയാ, അത് ദൈവം നിശ്ചയമായിട്ടും തരും. ഇന്ന് രാത്രി പറയുമ്പോൾ, കർത്താവേ, ഞാനിപ്പോഴും ദൈവസംബന്ധമായി തികഞ്ഞവനല്ല, അത് എത്തിപ്പിടിക്കാൻ എന്നെയും സഹായിക്കും. പിൻപിലുള്ളതും മറന്ന് മുമ്പിലുള്ളതിന് വേണ്ടി ഞാൻ ഓടുവാൻ ആഗ്രഹിക്കുന്നു, കൃപ തരണമേ എന്ന് പറയുമോ? രക്ഷിക്കപ്പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ പറയുമോ, കർത്താവേ, ക്രൂശിൽ എനിക്ക് വേണ്ടി സകലവും ചെയ്ത് തികച്ച കർത്താവേ, ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു എന്ന് പറയുമോ? ദൈവം താങ്കളെ അനുഗ്രഹിക്കും. ഈ സന്ദേശം കേട്ട എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെ ഒരു അവസരം തന്ന ദൈവസഭയോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഈ സന്ദേശം പറയുവാൻ കൃപ തന്ന കർത്താവിനോടും നന്ദി പറയുന്നു. ദൈവനാമം മഹത്വപ്പെടുവാനായിട്ടിടയാകട്ടെ. ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്.